ഹായ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ജനുവരി 25 മുതൽ +1 +2 ബോർഡ് എക്സാം ബേസ് ചെയ്തിട്ടുള്ള സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നു. വെറും 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വഴി +1 +2 എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കവർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കൂടാതെ +1 +2 പരീക്ഷ വരെ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഫ്രീ ആയി ഞങ്ങളുടെ ഓൺലൈൻ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ +1 +2 ബോർഡ് എക്സാമിന് ഫുൾ മാർക്കല്ലേ നിങ്ങളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ സ്പാർക്ക് ബോധിയുടെ ഓൺലൈൻ മാരത്തോൺ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു സ്പാർക്ക് ബോധി. സോ നമുക്കിന്ന് ഓർഗാനിക് കെമിസ്ട്രിയുടെ അത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതേഴ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഈതേഴ്സ് എന്നുള്ള സെക്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല, അല്ലെങ്കിൽ എടുക്കാനായിട്ട് സാധിച്ചില്ല. സോ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഈതേഴ്സിൻ്റെ കൂടെ ടോപ്പിക്ക് കയറിയിട്ട് നമുക്ക് ഇത്തവണ പഠിക്കണം. ഈതേഴ്സ് കൂടാതെ നമുക്ക് എന്താ പറയുക, ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് എന്ന് തുടങ്ങുന്ന ആ ചാപ്റ്ററും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഫിനിഷ് ചെയ്യാനായിട്ടുണ്ട് ഇന്ന്. ഓക്കെ ആണല്ലോ. സോ ലാസ്റ്റ് സെക്ഷനാണ് +2 കെമിസ്ട്രിയുടെ, എനിക്കൊന്ന് ഓർഗാനിക് കെമിസ്ട്രി +2 കെമിസ്ട്രിയുടെ എനിക്കൊന്ന് സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ്സോ മറ്റായിരിക്കും, എന്തായാലും എൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. സോ ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് പ്ലസ് ഈതേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഈതേഴ്സ്. ഓക്കെ, സോ ഈതേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം സോറി സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഒരു ചെറിയ ടെക്നിക്കൽ എറർ ആയിരുന്നു, സാരെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ഈതേഴ്സിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആക്ച്വലി നമുക്ക് 2 മെത്തേഡ്സ് ആണ് കേട്ടോ ഉള്ളത്. 2 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഈസ് ദ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ്. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങൾ ചോദിക്കുമായിരിക്കും, ടീച്ചറെ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസും ഉണ്ട്, നമുക്ക് ആൽക്കീൻസിനെ അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൽക്കീൻ കിട്ടും, പിന്നെ എങ്ങനെയാണ് ആൽക്കഹോൾസിനെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈതേഴ്സ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ ഇവിടെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ആസിഡിന്റെ പ്രസൻസിൽ, ഒരു മിനറൽ ആസിഡിന്റെ പ്രസൻസിൽ, ഒരു ഹൈ ടെമ്പറേച്ചർ ലൈക്ക് 443 കെൽവിനിൽ നിങ്ങൾ ആൽക്കഹോളിനെ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ആൽക്കീൻ കിട്ടും. പക്ഷേ ആ 443 കെൽവിൻ എന്നുള്ളതിന് പകരം നിങ്ങളൊരു 413 കെൽവിനെ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വെച്ചോ, നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഈതർ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ഹയർ ടെമ്പറേച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ആൽക്കീൻ കിട്ടും, ലോവർ ടെമ്പറേച്ചേഴ്സിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ യു വിൽ ഗെറ്റ് ഈതേഴ്സ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെടാ മക്കളെ. സോ അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു 2 പ്രിപ്പറേഷൻ മെത്തേഡ്സേ ഉള്ളൂ ഈതേഴ്സിന്. സോ ഈ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രൈമറി
ആൽക്കൈൽ ഈതേഴ്സിനെ പ്രൈമറി ആൽക്കൈൽ ഈതേഴ്സിനെ സിന്തസിസ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. ഓക്കെ, സോ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾസ് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? പ്രൈമറി ആൽക്കൈൽ ഈതേഴ്സ്. ഓക്കെ ആണല്ലോ. അടുത്തത് വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം റിയാക്ഷൻ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷൻ. ഓക്കെ, വില്യംസൺ സിന്തസിസിൽ നമ്മൾ എന്ത് ചെയ്യും? വില്യംസൺ സിന്തസിസിൽ നമ്മൾ ആദ്യം ഒരു ആൽക്കഹോളിനെ എടുക്കും. വി വിൽ ടേക്ക് ആൻ ആൽക്കഹോൾ ഫസ്റ്റ്, then treat it with a base like sodium hydroxide. We will get the sodium salt of alcohol, അല്ലെങ്കിൽ ഈ സോഡിയം ഈത്തോക്സൈഡ് എന്നോ സോഡിയം ആൽക്കോക്സൈഡ് എന്ന് നമ്മൾ വിളിക്കും. ഏത് ആൽക്കേൻ ആണോ നമ്മൾ കണക്റ്റ് ആയിരിക്കുന്നത് അതിനനുസരിച്ച് സോഡിയം ആൽക്കോക്സൈഡ് എന്ന് നമ്മൾ വിളിക്കും. സോ വെൻ യു ട്രീറ്റ് alcohol with sodium hydroxide, you will get sodium alkoxide. ഈ സോഡിയം ആൽക്കോക്സൈഡിനെ when you treat this sodium alkoxide with alkyl halide, നിങ്ങൾ ഈ സോഡിയം ആൽക്കോക്സൈഡിനെ ആൽക്കൈൽ ഹാലൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതായത് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും, ഇതിങ്ങനെ എലിമിനേറ്റ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് you will get what? You will get ether plus salt. Okay, so this is Williamson's synthesis. So Williamson's synthesis എന്താ നിങ്ങൾ എടുക്കുന്നത്? ഒരു ആൽക്കഹോളിനെ എടുക്കും. First you treat the alcohol with a base, you will get that alkoxide, corresponding alkoxide. Okay, when you treat this alkoxide with ethyl halide അല്ലെങ്കിൽ haloalkene, when you treat this alkoxide with a haloalkene, you will get alkane, you will get ether. ഓക്കെ, സോ ഈ ഒരു സിന്തസിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വില്യംസൺസ് സിന്തസിസ്. ഓക്കെ ആണല്ലോ. വില്യംസൺ സിന്തസിസ് മനസ്സിലായല്ലോ. വില്യംസൺ സിന്തസിസ് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, വില്യംസൺ സിന്തസിസിന് ബെറ്റർ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ മക്കളെ, ഈ ആൽക്കൈൽ ഹാലൈഡ് ഒരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ, ഇതൊരു പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? യു വിൽ ഗെറ്റ്, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? ബെറ്റർ റിസൾട്ട്സ് കിട്ടും. ഓക്കെ, സോ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ റിസൾട്ട് എങ്ങനെയായിരിക്കും? റിസൾട്ട്സ് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, മനസ്സിലായല്ലോ പറഞ്ഞ കാര്യം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈതേഴ്സ്. ഈതേഴ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് ഈതേഴ്സ് ആർ ലെസ് ദാൻ ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾ, corresponding alcohols in fact. Why? ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കുന്നതാണ്. And why? Because in the case of ethers, you know that the general formula is ROR, but for alcohols general formula is ROH. In the case of alcohols there is a possibility of hydrogen bonding. അതിന് എന്തിന്റെ പോസിബിലിറ്റി ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പോസിബിലിറ്റി ഉണ്ട്. അതേസമയം ഈതേഴ്സിന്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പോസിബിലിറ്റി ഇല്ല. So when you have hydrogen bonding, boiling point will be high. And when you don't have an hydrogen bonding, boiling point will be low. Okay, so due to the absence of hydrogen bonding, ethers have a less boiling point than the corresponding alcohol. Okay ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇത് ഈ ഒരു ചോദ്യം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഈതേഴ്സിൽ നിന്ന് ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കേടാ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ റിയാക്ഷൻസ് ഓഫ് ഈതേഴ്സ്. ഈതേഴ്സിന്റെ റിയാക്ഷൻസിലോട്ട് നമുക്ക് പോകാം. സോ ഈതേഴ്സിന്റെ റിയാക്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടല്ലോ, ആകെ നമ്മൾ ഇത്രയും നാൾ ഇപ്പോൾ ആൽക്കഹോളിന്റെ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ഹാലോ ആൽക്കീൻസിന്റെ ഒക്കെ പഠിച്ചപ്പോൾ ഒരുപാട് റിയാക്ഷൻസ്. പക്ഷേ ഈതേഴ്സിന് അങ്ങനെ അധികം റിയാക്ഷൻസ് ഒന്നുമില്ല. രണ്ട് റിയാക്ഷൻസേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് റിയാക്ഷൻ ഈസ് ദ റിയാക്ഷൻ ഓഫ് ഈതേഴ്സ് വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്. ഈതേഴ്സ് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ. ഓക്കെ, so when your ethers react with the hydrogen halides, you will get alkyl, you will get alcohol plus alkyl halide. എന്തായിരിക്കും പ്രോഡക്റ്റ്? when your ethers reacts with the hydrogen halide, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? your product will be an alcohol and alkyl halide. ഓക്കെ ആണല്ലോ, കാര്യം മനസ്സിലായല്ലോ. സോ
this is one of the major reactions of our higher ethers and alkyl halides. When you choose alkyl halides, ഈ റിയാക്ഷൻ പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ you have to choose hydrogen iodide. ഇനി നിങ്ങളുടെ കയ്യിൽ ഹൈഡ്രജൻ അയോഡൈഡ് ഇല്ല, അപ്പോൾ ആരെ എടുത്താൽ പെട്ടെന്ന് നടക്കും? if you take hydrogen bromide, അടുത്തതായിട്ട് ഇപ്പോൾ ഹൈഡ്രജൻ അയോഡൈഡ് ഇല്ലെങ്കിൽ ഈ റിയാക്ഷൻ ഈസി ആയിട്ട് എടുക്കാൻ അടുത്തായിട്ട് ആരെ എടുക്കണം? ഹൈഡ്രജൻ ബ്രോമൈഡിനെ എടുക്കണം. ഹൈഡ്രജൻ അയോഡൈഡും ഹൈഡ്രജൻ ബ്രോമൈഡും ഇല്ലെങ്കിൽ ആരെ എടുക്കണം? ഹൈഡ്രജൻ ക്ലോറൈഡിനെ എടുക്കണം. ഹൈഡ്രജൻ ക്ലോറൈഡും ഇല്ലെങ്കിലോ ആരെ എടുക്കണ്ട കേട്ടോ. HFന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതിലോട്ട് പോകണ്ട, ചിന്തിക്കണ്ട. സോ റിയാക്ഷൻ നടക്കുമായിരിക്കും, പക്ഷെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. Okay, so this particular reaction of ethers with hydrogen halide is easy with hydrogen iodide, and second position ആർക്കാണ്? hydrogen bromide, and last position is for the HCl hydrogen chloride. Okay ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. when you react ether with hydrogen halide, the products are corresponding alcohols and hydrogen alkyl halide. Okay അല്ലേ? Okay. So next is the electrophilic substitution reactions of ethers. So ethersന്റെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ethers എന്ന് പറയുന്നത് you know that ഇതാണ് ഈഥറിന്റെ ജനറൽ ഫോർമുല ആയിട്ട് എഴുതി കഴിഞ്ഞാൽ. സോ ഓക്സിജന്റെ ഈ ലോൺ പെയർ എങ്ങോട്ട് വരും? റിങ്ങിലോട്ട് വരും. സോ ഈഥേഴ്സ് എന്താണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, സോ അതിനുശേഷം ഒരു റെസൊണൻസ് നിങ്ങൾ എഴുതുവാണെങ്കിൽ the resonance will be like this. So you have negative over here, double bond R plus, then okay, so negative shift over to here, then another resonance structure. See, double bond O plus R, then this negative shift on to here, the negative avada varum, and you have another resonance structure like this. So double bond O R plus double bond ഇവിടെ. Okay, the next step ഇവിടെ പോയി, and you will get OR. So see, you can see this negative charge അല്ലേ, when ethers are substituting ഒരു ether functional group വന്നാൽ ബെൻസീൻ റിങ്ങിൽ നെഗറ്റീവ് ചാർജ് വരുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? നെഗറ്റീവ് ചാർജ് വരുന്ന സ്ഥലങ്ങൾ ഒന്നിത്, ഇത്, അടുത്തത് ഇത്. ഓക്കെ, സോ വെൻ ആൻ ഇലക്ട്രോഫൈൽ കംസ്, ആരാണ് ഇലക്ട്രോഫൈൽ? ഇലക്ട്രോൺ ലവിങ് ആയിട്ടുള്ള ആളുകൾ. ഇലക്ട്രോഫൈൽ കംസ്, ഇലക്ട്രോഫൈൽ എവിടെ പോവും? ഇലക്ട്രോൺ റിച്ച്നെസ് കൂടിയോടത്ത് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നിടത്തായിരിക്കും ഇലക്ട്രോഫൈൽ പോവുക. സോ വെൻ യു ഹാവ് ആൻ ഇലക്ട്രോഫൈൽ എവിടെ പോവും? ഒന്നുമില്ലെങ്കിൽ ഇവിടെ പോവും, അല്ലെങ്കിൽ എവിടെ പോവും? ഇവിടെ പോവും. ഈ രണ്ട് പൊസിഷൻസ് നമ്മൾ എന്ത് പറയും? ഓർത്തോ എന്ന് പറയും. ബോത്ത് ആർ ഓർത്തോ പൊസിഷൻസ്, റൈറ്റ്? അല്ലെങ്കിൽ ഇലക്ട്രോഫൈൽ എവിടെ പോവും? ഇവിടെ പോവും. അത് ആ പൊസിഷൻ നമ്മൾ എന്ത് പറയും? പാരാ എന്ന് പറയും. ഓക്കെ, സോ അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വന്നാൽ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ റിങ്ങിൽ വന്നാൽ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെ പോകും? ഒന്നുമില്ലെങ്കിൽ ഓർത്തോ പൊസിഷൻ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ പോകും. സോ എനിവേസ് എനിക്കിവിടെ പറയാനുള്ള പോയിന്റ് ഇതാണ്. വെൻ യു ഹാവ് അൻ ഈതർ സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ബെൻസീൻ റിംഗ്, ഓക്കെ, ബെൻസീൻ റിംഗിൽ ഒരു ഈതർ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെ പോകും? ഒന്നുമില്ലെങ്കിൽ ഓർത്തോ പൊസിഷനിൽ പോകും, അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ പോകും. സോ ഈതർ ഫങ്ഷനാലിറ്റി ഈസ് ആൻ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഇഫ് ഇറ്റ് ഈസ് ന്യൂക്ലിയോഫിലിക് ദെൻ കാര്യങ്ങളൊക്കെ മാറി. ഓക്കെ, സോ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഒരെണ്ണം ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നിങ്ങൾക്കറിയാം ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. ഓക്കെ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ ഒന്ന് നോക്കിക്കേ എങ്ങനെ വരും? OCH3 plus CH3Cl. If this is anhydrous AlCl3, product എന്തായിരിക്കും? This alkyl group will get substituted either on ഏത് പൊസിഷൻസിലൊക്കെ വരും? പെട്ടെന്ന് പറഞ്ഞോ. either on the para position or on the either on the ortho position or on the para position. Okay, സെറ്റ് ആണല്ലോ. സോ ദിസ് ഈസ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ മാത്രമല്ല, യു ഹാവ്
നൈട്രേഷൻ റിയാക്ഷൻസ്. നൈട്രേഷൻ നിങ്ങൾക്കറിയാം, നൈട്രേറ്റിംഗ് മിക്സ്ചർ HNO3 ബാർ H2SO4 എന്നുള്ള നൈട്രേറ്റിംഗ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് NO2 വി വിൽ ഗെറ്റ് നൈട്രോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ റിംഗ്. ഓക്കെ, സോ ബെൻസിൻ അല്ലെങ്കിൽ ഈതർ ആണെങ്കിൽ ആനിസോൾ ആണെങ്കിൽ ആനിസോൾ റിംഗ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും ഉണ്ട്. പക്ഷേ ഏത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടന്നാലും ഇറ്റ് വിൽ ബി ഇൻ ദി ഓർത്തോ പാരാ പൊസിഷൻസ്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഈതേഴ്സ് എന്ന ആ സെക്ഷൻ അത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കാനുള്ളത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഞാൻ ആ പറഞ്ഞ ക്വസ്റ്റൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കൂടാതെ വില്യംസൺ സിന്തസിസ് ഒന്ന് ഓർത്ത് വെക്കണം. അതുകൂടാതെ റിയാക്ഷൻ നമ്മൾ പഠിച്ചോടുത്ത സിന്തസിസ് നമ്മൾ പഠിച്ചോടുത്ത 2 ടെമ്പറേച്ചർ പഠിച്ചു അല്ലെ. 443 ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ്, 413 ആണെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റിയാക്ഷൻ നമ്മൾ പഠിച്ചു. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്താ പറയുക സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. 2 റിയാക്ഷൻസ് ഒരേ കണ്ടീഷൻ, ഇപ്പോൾ 2 റിയാക്ഷൻ തരും, എന്നിട്ട് നിങ്ങളോട് പറയും ആ 2 കണ്ടീഷനിലെയും പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്. സോ 443 കെൽവിൻ ആണെങ്കിൽ ആൽക്കീൻ ആണ്, 413 കെൽവിൻ ആണെങ്കിൽ ഈതർ ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെയാണ് മക്കളെ. സോ ഇത്രയൊക്കെയാണ് നമുക്ക് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് ഈതേഴ്സിനെ കുറിച്ച്. After finishing ethers, let's move on to the next chapter, that is aldehydes, ketones and carboxylic acids. എനിക്ക് തോന്നുന്നു ഒരു പുതിയ ഒരു വെയിറ്റേജ് നമുക്ക് ഇപ്പോൾ നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അക്കോർഡിംഗ് ടു ദാറ്റ് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് നിങ്ങൾക്കറിയാം കെമിസ്ട്രിയിൽ ഏതാണ്ട് 6ഓളം ചാപ്റ്റേഴ്സിനെയാണ് അവരെടുത്ത് മാറ്റിയിട്ടുള്ളത്. സോ 6 ചാപ്റ്റേഴ്സ് എടുത്ത് മാറ്റപ്പെട്ടപ്പോൾ മിച്ചം കിടക്കുന്ന 10 ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് അതിനനുസരിച്ച് കൂട്ടി എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. സോ ഒരു ചാപ്റ്റർ ചെയ്യുന്ന 10ഉം 11ഉം 12ഉം മാർക്ക് വരെ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ ഉണ്ട്. ഓക്കെ, സോ അതൊന്നും എല്ലാവർക്കും ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് ചാപ്റ്റർ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, വൺ ഓഫ് ദ ബിഗ് ചാപ്റ്റേഴ്സ് ഓഫ് +2. പക്ഷെ വളരെ ഈസിയാണ്. ഓക്കെ, കുറേയധികം നെയിം റിയാക്ഷൻസ് ഉണ്ട്, കുറേയധികം റിയാക്ഷൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഈസിയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആ ചാപ്റ്ററിലോട്ടൊന്ന് കിടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ആ മൊത്തം ഗ്രൂപ്പിന്റെ ഒരു ജനറൽ സ്ട്രക്ചർ ആണ്. ഇവരെ മൊത്തത്തിൽ നമ്മൾ കാർബോണൈൽ ഫാമിലി എന്ന് പറയും കേട്ടോ. ഇവരൊരു കാർബോണൈൽ ഫാമിലിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് കണ്ടോ, CO എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഇതിലെ ഈ കാർബണെ നമ്മൾ കാർബോണൈൽ കാർബൺ എന്ന് പറയും. ഓക്കെ, സോ ഈ കാർബോണൈൽ കാർബൺ വരുന്ന എല്ലാവരെയും നമ്മൾ ഈ കാർബോണൈൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർബോണൈൽ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ് ആൽഡിഹൈഡ്സും, കീറ്റോൺസും, കാർബോക്സിലിക് ആസിഡും, അസൈൽ ഹാലൈഡ്സും, ആസിഡ് അൺഹൈഡ്രൈഡ്സും, എസ്റ്റേഴ്സും, അമൈഡ്സും ഒക്കെ ഈ ഒരു കാർബോണൈൽ ഫാമിലിയിലെ ആളുകളാണ്. ഓക്കെ ആണല്ലോ. സോ CO ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന എല്ലാവരെയും നമ്മൾ ഈ കാർബോണൈൽ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CO ഗ്രൂപ്പ് വരുന്ന എല്ലാവരെയും നമ്മൾ ഈ കാർബോണൈൽ ഫാമിലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ഇവരെല്ലാവരെയും കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാർബോണൈൽ ഫാമിലിയിലെ ഏറ്റവും പ്രധാനികളായിട്ടുള്ള ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്, ഇവരെ കുറിച്ചാണ് നമ്മൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് അവരുടെ ഒരു നോമൻക്ലേച്ചർ നോക്കാം. ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും IUPAC നോമൻക്ലേച്ചർ നിങ്ങൾക്കറിയാം. അവരുടെ ആൽഡിഹൈഡ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം സഫിക്സ് ആയിട്ട് ആല് ചേർക്കുക, കീറ്റോൺസ് ആണെങ്കിൽ സഫിക്സ് ആയിട്ട് ഓൺ ചേർക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇഫ് യു ഹാവ് HCHO, ഓക്കെ, ദിസ് ഇസ് ഫോർമാൽഡിഹൈഡ്. ഇതാണ് നമ്മളെ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് ചൊറിയുന്നില്ലേ, അതിന് കാരണമായിട്ടുള്ള അത് ഫോമിക് ആസിഡാണ്. സോറി ഫോർ ദാറ്റ്. ഫോമാൽഡിഹൈഡ് എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ആ ഫോമിക് ആസിഡോട്ട് വന്നതാണ്. ഓക്കെ, HCHO എന്ന് പറയുന്ന സാധനത്തെ ഒന്ന് ഓക്സിഡൈസ് ചെയ്താൽ, HCHO എന്ന് പറയുന്ന സാധനത്തെ ഫോർമാൽഡിഹൈഡിനെ ഒന്ന് ഓക്സിഡൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഉറുമ്പ് കടിക്കുമ്പോൾ ചൊറിയാൻ കാരണമായിട്ടുള്ള ആസിഡിനെ കിട്ടും. എനിവേസ്, സോ HCHO ഫോർമാൽഡിഹൈഡ്. ഓക്കെ, സോ അതിൻ്റെ കോമൺ നെയിമാണ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ IUPACയിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു കാർബൺ ആറ്റം, സോ റൂട്ട് എന്ന് പറയുന്നത് മെത്തെന്ന് വരും. ഓക്കെ, എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി സഫിക്സ് എന്ന് പറയുന്നത് എയിൻ എന്ന് വരും. ഓക്കെ, ആൻഡ് ആൽഡിഹൈഡ് ആയതുകൊണ്ട് തന്നെ CHO ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സഫിക്സ് ആയ ആൽ വരും. ആൻഡ് യു നോ ദാറ്റ് വെൻ യുവർ സഫിക്സ്, സെക്കൻഡറി സഫിക്സ് സ്റ്റാർട്ട്സ് വിത്ത് AEIOU, നിങ്ങളുടെ സെക്കൻഡറി സഫിക്സ് AEIOU തുടങ്ങിയ ഏതെങ്കിലും ഒരെണ്ണത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനെ ഉപേക്ഷിക്കണം? EA
ഉപേക്ഷിക്കണം. സോ ആസ് എ റിസൾട്ട് യുവർ നെയിം വിൽ ബി മെഥനാൽ. ഓക്കെ ആണല്ലോ. അടുത്തതിന്റെ പേര് നോക്കിയേ, CH2CHO, CH3CHO. കോമൺ നെയിം അസറ്റാൽഡിഹൈഡ് എന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് IUPAC ഈസ് എത്തനാൽ. ഓക്കെ, സോ ഇതിന്റെ പേരിടുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ അധികമായിട്ട് നോമൻക്ലേച്ചർ സെക്കൻഡ് ഇയറിൽ ചോദിക്കാറില്ല, എങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ആൽഡിഹൈഡ്സിനെ അല്ലെങ്കിൽ കീറ്റോൺസിനെ പ്രിപ്പയർ ചെയ്ത് എടുക്കാം. ആൽഡിഹൈഡും കീറ്റോണും ഒരേപോലെ വരുന്ന ചില റിയാക്ഷൻസ് ആണ് ആദ്യം അവർ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 3 സെക്ഷനായിട്ടാണ് ആൽഡിഹൈഡ് കീറ്റോണിന്റെ പ്രിപ്പറേഷൻ തന്നിരിക്കുന്നത്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. രണ്ടാമത്തെ സെക്ഷനിൽ അവർ എടുത്തു പറഞ്ഞിരിക്കുന്നു പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. മൂന്നാമത്തെ സെക്ഷനിൽ അവർ വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നു പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ്. സോ അതിൽ ആദ്യം നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, അതായത് ബൈ യൂസിങ് ദിസ് റിയാക്ഷൻ നമുക്ക് ആൽഡിഹൈഡിനെയും കിട്ടാം കീറ്റോണിനെയും കിട്ടാം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഫ്രം ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൽ നിന്ന് ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ കീറ്റോൺസ് കിട്ടാനായിട്ട് വളരെ സിമ്പിൾ ആണ്. യു ജസ്റ്റ് ഓക്സിഡൈസ്, എന്ത് ചെയ്യുക, oxidize ചെയ്യുക. When you oxidize alcohols, you will get what? You will get aldehyde or ketone. If you are using a primary alcohol, നിങ്ങൾ ഒരു പ്രൈമറി ആൽക്കഹോളിനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുകയും, നിങ്ങളൊരു സെക്കൻഡറി ആൽക്കഹോളിനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കീറ്റോൺ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ആൻഡ് പ്രധാനമായിട്ടും ഒരുപാട് റിയേജൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് റിയേജൻസ് ഉണ്ട് ആൽഡിഹൈഡ്സിനെ അല്ലെങ്കിൽ ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്ത് ആൽഡിഹൈഡ് ആക്കാൻ നമുക്ക് ഒരുപാട് റിയേജൻസ് ഉണ്ട്. എന്നാലും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അൺഹൈഡ്രസ് മീഡിയം. ഓക്കെ, സോ റിമെമ്പർ ദിസ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, when you are studying organic chemistry, just remember the substrate, then remember the reagent, then remember the product, and then try to write the reaction. Okay, so here the substrate is alcohol. When you treat an alcohol, if it is a primary alcohol, when you treat it with chromium trioxide in anhydrous medium, you will get a aldehyde. And if it is a secondary alcohol, just how I am shown over here, you will get a ketone as a product. Okay, so remember the reagent endana chromium trioxide. Okay anallo. Okay, and next is the dehydrogenation of alcohols in the dehydrogenation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. We can say it is another kind of oxidation only, but still, yeah, dehydrogenation of alcohols in the dehydrogenation. When you treat an alcohol with metals like copper or silver, കോപ്പർ അല്ലെങ്കിൽ സിൽവർ പോലുള്ള മെറ്റൽസുമായിട്ട് നിങ്ങൾ ആൽക്കഹോളിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഉപയോഗിച്ച ആൽക്കഹോൾ പ്രൈമറി ആണെങ്കിൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ആണെങ്കിൽ കീറ്റോൺ. ആൻഡ് ദിസ് ഈസ് യുവർ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ദീസ് ആർ ദ 2 മെത്തേഡ്സ് ബൈ വിച്ച് യു ക്യാൻ സിന്തസൈസ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഫ്രം ആൻ ആൽക്കഹോൾ. ഏതൊക്കെയാണ് മെത്തേഡ്സ്? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. Oxidize an alcohol using chromium trioxide in anhydrous medium, you will get aldehyde or ketone. And in the second method, നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ആൽക്കഹോളിനെ എടുക്കുന്നു, ആരുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു? കോപ്പർ അല്ലെങ്കിൽ സിൽവറുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു, അതുപോലുള്ള മെറ്റൽസുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിങ്ങൾക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ കിട്ടുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, സോ അടുത്ത മെത്തേഡ് ഓഫ് സിന്തസിസ് ഓഫ് aldehydes or ketones, and the next step we are going to synthesize it from hydrocarbons എന്ന് പറഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ആൽക്കൈൻസ് ഇവരിൽ നിന്നാണ് നമ്മൾ സിന്തസിസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആൽക്കീൻസിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഓസോണോളിസിസ്. ഇത് നിങ്ങൾ ഹൈഡ്രോകാർബൺസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, +1 ഹൈഡ്രോകാർബൺ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഓസോണോളിസിസ് എന്തെന്നാണെന്ന്. ഓസോണോളിസിസ് എന്തെന്നാണ്? ഓസോണോളിസിസ് എന്ന് പറഞ്ഞാൽ യു ആർ ട്രീറ്റിംഗ് an alkene വിത്ത് ഓസോൺ. നിങ്ങൾ ആ ഒരു ആൽക്കീനെ എന്ത് ചെയ്യും? ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കും. അപ്പം എന്നിട്ട് ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് ഒരു സൈക്ലിക് സ്ട്രക്ചർ കിട്ടും. ആ കിട്ടിയ സൈക്ലിക് സ്ട്രക്ചറിനെ നിങ്ങൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കും? സിങ്ക് ഡസ്റ്റ് ബാർ H2O ആയിട്ട് ട്രീറ്റ് ചെയ്യിക്കും. സിങ്ക് ഡസ്റ്റ് ബാർ H2O. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ആരുമായിട്ട് ട്രീറ്റ് ചെയ്യും? ഓസോണുമായിട്ട് ഒരു സൈക്ലിക് സ്ട്രക്ചർ കിട്ടും. അതിനെ നിങ്ങൾ സിങ്ക് ഡസ്റ്റ് ബാർ H2O ആയിട്ട് ട്രീറ്റ് ചെയ്യിക്കും. നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ ketone product ആയിട്ട് കിട്ടും. So ozonolysis of alkenes is one method for synthesizing aldehyde or ketone.
നെക്സ്റ്റ് ഈസ് ദ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കൈൻസ്. ആൽക്കൈൻസിനെ വെള്ളം അഡീഷൻ റിയാക്ഷൻ ആണിത്. ആൽക്കൈൻസിൽ ട്രിപ്പിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ വെള്ളം ആഡ് ചെയ്യുന്ന റിയാക്ഷൻ എങ്ങനെ ആഡ് ചെയ്യുന്നത്? വാട്ടർ ഈസ് ആഡഡ് ടു ആൻ ആൽക്കൈൻ ഇൻ പ്രസൻസ് ഓഫ് H2SO4 അല്ലെങ്കിൽ HCSO4. മെർക്കുറിക് സൾഫൈഡിന്റെ പ്രസൻസിലോ അല്ലെങ്കിൽ H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിലോ നിങ്ങൾ ഒരു ട്രിപ്പിൾ ബോണ്ടിനെ വെള്ളവുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ഓക്കെ ആണല്ലോ? പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ ദീസ് ആർ സം സിന്തറ്റിക് മെത്തേഡ്സ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അടുത്തത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ്. അടുത്തതായിട്ട് എന്താണ്? അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആണ്. ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ. ഫസ്റ്റ് നമ്മൾ ആൽഡിഹൈഡ്സിനെ എവിടുന്ന് പ്രിപ്പയർ ചെയ്യുന്നു? വി ആർ ട്രൈങ് ടു പ്രിപ്പയർ ആൽഡിഹൈഡ്സ് ഫ്രം അസൈൽ ക്ലോറൈഡ്. നമുക്കറിയാം അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡ് അല്ലെ? നമ്മുടെ ആസിഡ് ക്ലോറൈഡിൽ നിന്നാണ് ഫസ്റ്റ് വൺ. ഓക്കെ, സോ ദിസ് ഇസ് എ നെയിം റിയാക്ഷൻ, Rosenmund's reduction. So synthesis of aldehydes from acyl chloride or acid chloride is a name reaction called Rosenmund's reduction. So നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? You are taking RCOCl. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ആരുമായിട്ട് റെഡ്യൂസ് ചെയ്യും? അതാണ് ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു റെഡ്യൂസ് ഇറ്റ് വിത്ത് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. എന്താണ്? പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ്. അതർവൈസ് വി വിൽ കോൾ ഇറ്റ് ആസ് പോയിസണൈസ്ഡ് പലേഡിയം. ഇതിനെ നമ്മൾ പോയിസണൈസ്ഡ് പലേഡിയം അല്ലെ ഡീആക്ടിവേറ്റഡ് പലേഡിയം എന്നൊക്കെ പറയും. ഓക്കെ, സോ പലേഡിയം നിങ്ങൾക്ക് അറിയാം, പലേഡിയം ഒരു മെറ്റൽ കാറ്റലിസ്റ്റ് ആണ്. ഹൈഡ്രോജനേഷൻ റിയാക്ഷൻസിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ്. ആ കാറ്റലിസ്റ്റിന്റെ ഹൈ ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് വെച്ചിട്ട് നശിപ്പിച്ചിരിക്കുന്നു? ബേരിയം സൾഫേറ്റ് പോലൊരു പോയിസൺ ഉപയോഗിച്ചിട്ട്, വിഷം വെച്ചിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ catalyst for Rosenmund's reduction, that is palladium on barium sulfate. Okay, so this is also called poisonized palladium, poisoned palladium, etc. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും? ആൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. സോ സബ്സ്ട്രേറ്റ് എന്തായിരുന്നു? അസൈൽ ക്ലോറൈഡ് ആയിരുന്നു. റിയേജന്റ് എന്തായിരുന്നു? ഹൈഡ്രജൻ ബാർ പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് ആയിരുന്നു. പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പലേഡിയത്തിന്റെ റിയാക്ടിവിറ്റിയെ കുറയ്ക്കാനായിട്ടാണ് അവിടെ ബേരിയം സൾഫേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേരിയം സൾഫേറ്റിനെ നമ്മൾ പോയിസൺ എന്ന് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡീആക്ടിവേറ്റിംഗ് മീഡിയം എന്ന് വിളിക്കും. ഓക്കെ, അതിന്റെ പ്രോഡക്റ്റ് എന്താണ്? നിങ്ങളുടെ ആൽഡിഹൈഡ് ആണ്. ഈ റിയാക്ഷനെ നിങ്ങൾ എന്ത് പേര് പറഞ്ഞു വിളിക്കും? റോസൻമൺസ് റിഡക്ഷൻ എന്ന് പറഞ്ഞു വിളിക്കും. ഓക്കെ, സോ റോസൻമൺസ് റിഡക്ഷൻ എന്താണ്? അസൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് ക്ലോറൈഡിനെ നിങ്ങൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ഹൈഡ്രജനുമായിട്ട് പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് ആൽഡിഹൈഡ് ആസ് എ പ്രോഡക്റ്റ്. ഓക്കെ ആണല്ലോ? സോ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് യു ആർ ഗോയിങ് ടു സിന്തസൈസ് ആൽഡിഹൈഡ്സ് ഫ്രം നൈട്രൈൽസ്. നൈട്രൈൽസ് എന്താണ്? RCN ആണ് അല്ലെ? സോ നമ്മുടെ സബ്സ്ട്രേറ്റ് എന്താണ്? RCN ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ്. നമ്മുടെ റിയേജന്റ് SnCl2, സ്റ്റെയിനസ് ക്ലോറൈഡ് ഇൻ സ്റ്റെയിനസ് ക്ലോറൈഡ് ബാർ HCl. ഓക്കെ, അതാണ് നമ്മുടെ റിയേജന്റ്, സ്റ്റെയിനസ് ക്ലോറൈഡ് ബാർ HCl. പ്രോഡക്റ്റ് എന്താണ്? ആൽഡിഹൈഡ് ആണ്. ഈ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്റ്റീഫൻസ് റിഡക്ഷൻ. സോ രണ്ട് നെയിം റിയാക്ഷൻസ് ആയി കഴിഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് റോസൻമൺസ് റിഡക്ഷൻ. റോസൻമൺസ് റിഡക്ഷൻ പലേഡിയം ഓൺ ബേരിയം സൾഫേറ്റ് ആസിഡ് ക്ലോറൈഡിനെ അല്ലെങ്കിൽ ആസിഡ് ഹാലൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാൻ. രണ്ടാമത്തെ സ്റ്റീഫൻസ് റിഡക്ഷൻ. Reagent is stannous chloride bar HCl. Stannous chloride bar HCl ആണ് റിയേജന്റ്. പ്രോഡക്റ്റ് അഗെയിൻ ആൽഡിഹൈഡ് ആണ്. സബ്സ്ട്രേറ്റ് എന്താണ്? നൈട്രൈൽ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇനി നൈട്രൈൽസിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് മറ്റൊരാളെയും കൂടി ഉപയോഗിക്കാം. അയാളുടെ പേരാണ് ഡൈബാലച്ച് അല്ലെങ്കിൽ ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്. ഡൈബാലച്ച് അല്ലെങ്കിൽ ഡൈ ഐസോപ്രൊപ്പൈൽ അലൂമിനിയം ഹൈഡ്രൈഡ് എന്നറിയപ്പെടുന്ന സാധനം. ഓക്കെ, സോ ഇത് വെച്ചിട്ട് വെൻ യു ട്രീറ്റ് എ നൈട്രൈൽ RCN വിത്ത് ഡൈബാലറ്റ് അല്ലെങ്കിൽ ഡൈ ഐസോബ്യൂട്ടൈൽ അലൂമിനിയം ഹൈഡ്രൈഡ്, യു വിൽ ഗെറ്റ് ആൽഡിഹൈഡ് ആസ് ദി പ്രോഡക്റ്റ്. ഓക്കെ, സോ നൈട്രൈൽസിനെ ആൽഡിഹൈഡ് ആക്കാൻ നിങ്ങൾക്ക് രണ്ട് റിയേജൻസ് ഉപയോഗിക്കാം. ഒന്ന് സ്റ്റെയിനസ് ക്ലോറൈഡ് ബാർ HCl ആൻഡ് രണ്ട് ഡൈബാലറ്റ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? ഓക്കെ, so next, synthesis of aldehydes from hydrocarbons. Okay, നമുക്ക് ഹൈഡ്രോകാർബൺസിൽ നിന്ന് എങ്ങനെ ആൽഡിഹൈഡ്സിനെ സിന്തസിസ് ചെയ്തെടുക്കാൻ നോക്കാം. സോ ഹൈഡ്രോകാർബൺസിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന ടൊളുവീൻ ആണ്. ടൊളുവീനിൽ നിന്ന്
ആൾഡിഹൈഡ്സിലോട്ട് എത്താൻ നമുക്ക് പ്രധാനമായിട്ടും 3 റിയാക്ഷൻസ് ഉണ്ട്. ടൊളുവീൻ നിങ്ങൾക്കറിയാം എന്താണ് ടൊളുവീൻ? മീഥാൽ ബെൻസീൻ ആണല്ലേ. ബെൻസീൻ റിങ്ങിൽ ഒരു CH3 സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൊളുവീൻ എന്ന് വിളിക്കുന്നത്. ഈ ടൊളുവീനിൽ നിന്ന് RCHO അല്ലെങ്കിൽ ടു ബി വെരി പ്രിസൈസ് ബെൻസാൾഡിഹൈഡ് ആണ് അല്ലേ. അതിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബെൻസാൾഡിഹൈഡ് ആണ്. സോ ടൊളുവീനിൽ നിന്ന് ബെൻസാൾഡിഹൈഡിലോട്ട് എത്താൻ നിങ്ങൾക്ക് 3 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് യൂസിങ് ക്രോമൈൽ ക്ലോറൈഡ്. നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? ക്രോമൈൽ ക്ലോറൈഡ് യൂസ് ചെയ്യുക. CrO2Cl2 ആണ് ക്രോമൈൽ ക്ലോറൈഡ്. CrO2Cl2 ഈ സാധനം ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുക. ഒന്നാമത്തത് ഇതാണത്. ടൊളുവീനിൽ നിങ്ങൾ ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ കോംപ്ലക്സ് ലൈക്ക് ദിസ്. ഈ കോംപ്ലക്സ് ഒന്ന് ഓർത്തു വെച്ചോണേ. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് ഓഫ് ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സിനെ കുറിച്ച് നീറ്റും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമായിരുന്നു എന്ന് തോന്നുന്നു കീമും ചോദിച്ചിട്ടുണ്ട്. 2022 കീമും ചോദിച്ചിട്ടുണ്ട്. നീറ്റ് തലേവർഷങ്ങളിൽ ഒരു പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കോംപ്ലക്സിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഈ ഒരു കോംപ്ലക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനിവേസ് ജസ്റ്റ് റിമെമ്പർ ദിസ് കോംപ്ലക്സ്. അല്ലാതെ കോംപ്ലക്സ് ആണ് ഇത് കോംപ്ലക്സ് ഇത് ഞങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് വിട്ട് കളയരുത്. ആ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെച്ചോണം. ഓക്കെ, സോ വെൻ യു ട്രീറ്റ് ടൊളുവീൻ വിത്ത് ക്രോമൈൽ ക്ലോറൈഡ് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് ആദ്യം കിട്ടും. ആ കോംപ്ലക്സിനെ നിങ്ങൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നാ കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ഓക്കെ, ക്രോമൈൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് സൈഡ് ചെയിൻ ഓക്സിഡേഷൻ യൂസിങ് ക്രോമൈൽ ക്ലോറൈഡ്. Side chain oxidation using chromyl chloride is known by a name reaction called Ittard reaction. അതൊരു നെയിം റിയാക്ഷൻ ആണ്. ആ റിയാക്ഷന്റെ പേരെന്താണ്? ഇട്ടാർഡ് റിയാക്ഷൻ. ഇപ്പൊ എത്ര നെയിം റിയാക്ഷൻസ് പഠിച്ചു എന്നൊരു ഇത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ ഇട്ടാർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൊളുവീന്റെ സൈഡ് ചെയിൻ CH3 അതിനെ നിങ്ങൾ എന്ത് വെച്ച് ഓക്സിഡൈസ് ചെയ്യുന്നു? CrO2Cl2 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ബെൻസാൾഡിഹൈഡ് കിട്ടുന്നു. ഓക്കെ ആണോ? സെറ്റ് അല്ലേ? So this particular reaction is called a Ittard reaction. Ittard reaction the substrate toluene, reagent chromyl chloride, product ബെൻസാൾഡിഹൈഡ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് സെയിം ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ്, വീണ്ടും സെയിം ആണ്. ആരാണ്? ടൊളുവീൻ ആണ്. പക്ഷെ നമ്മുടെ റിയേജന്റ് മാറുന്നു. റിയേജന്റ് ഇപ്പൊ എന്തായി മാറി? ക്രോമിയം ഓക്സൈഡ് ആയിട്ട് മാറി, CrO3 ആയിട്ട് മാറി. Okay, so when you treat toluene in presence of chromium oxide and also in presence of acetic anhydride, നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സിനെ നിങ്ങൾ വാട്ടർ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ H3O+ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ഓക്കെ, സോ ടൊളുവീൻ on treatment with the chromium oxide and acetic anhydride, you will get a complex like this, and this complex on hydrolysis നിങ്ങൾക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ഓക്കെ, സോ ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാൻ നിങ്ങൾ 2 മെത്തേഡ്സ് പഠിച്ചു. ക്രോമൈൽ ക്ലോറൈഡ് ഉപയോഗിച്ച് ഇറ്റാർഡ് റിയാക്ഷനും ക്രോമിയം ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഈ റിയാക്ഷനും. ഓക്കെ ആണല്ലോ? ആൻഡ് ഇനി ഒരു മെത്തേഡും കൂടി ഉണ്ട് ടൊളുവീനെ എന്താക്കി മാറ്റാൻ? ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാൻ. ദാറ്റ് ഈസ് ദ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ യൂസിങ് ക്ലോറിൻ. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് HNO ഉപയോഗിച്ചിട്ട് സൈഡ് ചെയിനെ എന്ത് ചെയ്യും? ക്ലോറിനേറ്റ് ചെയ്യും. അങ്ങനെ ക്ലോറിനേറ്റ് ചെയ്ത സൈഡ് ചെയിനെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും. വാട്ടർ വെച്ചിട്ട് ഒരു ട്രീറ്റ് ചെയ്യും അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ റിയാക്ഷൻ, അനദർ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇൻ ഫാക്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് HNO ആയിട്ട് ടൊളുവീനെ ട്രീറ്റ് ചെയ്യിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടും? ക്ലോറിനേറ്റഡ് കിട്ടും. ആ ക്ലോറിനേറ്റഡ് സാധനത്തെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കും. ഹൈ ടെമ്പറേച്ചർ 373 Kelvin ആണ് ടെമ്പറേച്ചർ പറയുന്നത്. ആ ടെമ്പറേച്ചർ ട്രീറ്റ് ചെയ്യിക്കും. നമുക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. So you now know about 3 methods by which you can convert your toluene into ബെൻസാൾഡിഹൈഡ്. നിങ്ങളുടെ ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് ഇപ്പോൾ 3 മെത്തേഡ്സ് അറിയാം. ഫസ്റ്റ് മെത്തേഡ് ഇസ് ദ നെയിം റിയാക്ഷൻ, ദാറ്റ് ഈസ് എറ്റാർഡ് റിയാക്ഷൻ. എറ്റാർഡ് റിയാക്ഷനിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റിയേജന്റ് ക്രോമൈൽ ക്ലോറൈഡ് ആണ്. അടുത്ത മെത്തേഡ് ക്രോമിയം ഓക്സൈഡ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ്. അടുത്ത മെത്തേഡ് 2 സ്റ്റെപ്പ് ഉള്ള മെത്തേഡാണ്. ഏതാണ്? ക്ലോറിനുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുക, ദെൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് ഹൈഡ്രോകാർബൺ ദാറ്റ് വി ആർ ഗോയിങ് ടു ചൂസ്. അടുത്ത ഹൈഡ്രോകാർബൺ CBSE ബേസ്ഡ് ആണോ മിസ്? യെസ്.
പേര് എനിക്ക് ഒറിജിനൽ അറിയില്ല, ഇതിനകത്ത് ഇപ്പോൾ കാണുന്ന പേര് ഒറിജിനൽ എല്ലാം തോന്നുന്നു. CBSE ബേസ്ഡ് ആണ്, ഓബിയസ്ലി CBSE ബേസ്ഡ് ആണ്. CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ നമ്മുടെ കൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക എന്നുള്ളത് തന്നെയാണ്. സോ CBSE ബേസ്ഡ് ആണ്. ഓക്കേടാ, ഓക്കെ. സോ അടുത്ത ഹൈഡ്രോ കാർബൺ നമ്മൾ ആൾഡിഹൈഡ് ആക്കി മാറ്റാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഹൈഡ്രോ കാർബൺ നമ്മുടെ ബെൻസീൻ തന്നെയാണ്. ബെൻസീൻ നിങ്ങൾക്കറിയാം, ദിസ് ഈസ് ബെൻസീൻ. ഈ ബെൻസീനെ നിങ്ങൾ എങ്ങനെ ബെൻസാൾഡിഹൈഡ് ആയിട്ട് മാറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ഇൻടു ബെൻസാൾഡിഹൈഡ്? ഓക്കെ, സോ ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ട്രീറ്റ് യുവർ ബെൻസീൻ വിത്ത് കാർബൺ മോണോക്സൈഡ്. എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് HCl. കാർബൺ മോണോക്സൈഡും HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കോപ്പർ ക്ലോറൈഡ്. അലൂമിനിയം ക്ലോറൈഡിൻ്റെയോ കോപ്പർ ക്ലോറൈഡിൻ്റെയോ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡും HCl-ഉമായിട്ട് നിങ്ങൾ ആരെ ട്രീറ്റ് ചെയ്യിക്കുക? ബെൻസീനെ ട്രീറ്റ് ചെയ്യിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? യു വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. ഓക്കെ, വെൻ യു ട്രീറ്റ് ബെൻസീൻ with carbon monoxide and HCl in presence of aluminum chloride or aluminum chloride or copper chloride, നിങ്ങൾക്ക് എന്ത് കിട്ടും? ബെൻസാൾഡിഹൈഡ് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ. ക്വസ്റ്റ്യൻ ഉണ്ട്, മാം ടൊളുവീൻ ടു ബെൻസാൾഡിഹൈഡിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ റിയാക്ഷൻ ഏതാണ്? ഇറ്റാഡ് അല്ലേ? തീർച്ചയായിട്ടും. സിൻസ് ഇറ്റാഡ് ഒരു നെയിം റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ 3 റിയാക്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് ഇറ്റാഡിന് തന്നെയാണ്. പക്ഷേ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ എന്ത് ചോദിക്കാം? ഇത് 3ഉം വെച്ച്, അതായത് 3അല്ല, ആക്ച്വലി ഇത് 2 പ്രധാനമാണ്. ക്രോമിയം ഓക്സൈഡ് വെച്ചിട്ടും ക്രോമാൽ ക്ലോറൈഡ് വെച്ചിട്ടുള്ള റിയാക്ഷൻസ് വളരെ പ്രധാനമാണ് അശ്വിൻ. അതിൽ തന്നെ നീ പറഞ്ഞതുപോലെ ഇറ്റാഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ആ പറഞ്ഞതിൽ ഇറ്റാഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ, തീർച്ചയായിട്ടും. ഓക്കെ ആണല്ലോ. സോ ഇറ്റാഡ് ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ കോൺസെൻട്രേഷൻ ഇറ്റാഡിന് കൊടുക്കുക. അതേസമയം ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം, കാരണം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിവേസ്, ഇറ്റാഡ് ആണെങ്കിലും ക്രോമിയം ഓക്സൈഡ് മറ്റേ റിയാക്ഷൻ ആണെങ്കിലും ഫൈനൽ പ്രോഡക്റ്റ് 2നും സെയിം ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? ടൊളുവീനെ ബെൻസാൾഡിഹൈഡ് ആക്കിയാൽ ഇവരെല്ലാവരും മാറ്റുന്നത്. ഈ 3 റിയാക്ഷനും അത് തന്നെയാണ് പ്രോഡക്റ്റ്, ടൊളുവീൻ ടു ബെൻസാൾഡിഹൈഡ്. ഈ നടുക്ക് കിടക്കുന്ന ഇദ്ദേഹത്തെ കണ്ടോ? ഈ ഇന്റർമീഡിയറ്റ് ആണ് ഈ ക്വസ്റ്റ്യൻസിൽ മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസിലെ ഇന്റർമീഡിയറ്റിനോട് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, പ്രോഡക്റ്റ് ഈ 3ന്റെ സെയിം അല്ലേടാ, ടൊളുവീൻ ടു ബെൻസാൾഡിഹൈഡ്. പക്ഷെ നടുക്കെടുക്കുന്ന ഇന്റർമീഡിയറ്റ് ആണ് ഡിഫറെന്റ് ആവുന്നത്. സോ ഇന്റർമീഡിയറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത കൂടിയ ഒരു ഏരിയ ആണിത്. ഓക്കെ, സെറ്റ് ആണല്ലോ, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ഓക്കെ, സോ ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ മനസ്സിലായോ? ഗട്ടർമാൻ-കോച്ച് ഈസ് ഓൾസോ, അല്ലെങ്കിൽ ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ കൺവേർട്ടിംഗ് ബെൻസീൻ ടു ബെൻസാൾഡിഹൈഡ്. ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാനായിട്ടാണ് ഗട്ടർമാൻ-കോച്ച് റിയാക്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഗട്ടർമാൻ-കോച്ചിന്റെ റിയേജൻസ് കാർബൺ മോണോക്സൈഡ് പ്ലസ് HCl ഇൻ പ്രസൻസ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കോപ്പർ ക്ലോറൈഡ്, പ്രോഡക്റ്റ് ബെൻസാൾഡിഹൈഡ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ ഓഫ് ആൾഡിഹൈഡ്സ് തീരാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺസ് ആണ്. കീറ്റോൺസിന്റെ പ്രിപ്പറേഷൻ വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും നേരം നമ്മൾ പഠിച്ചതുപോലെ ആൾഡിഹൈഡ്സിന്റെ പോലെ കണ്ടമാനം റിയാക്ഷൻസ് ഒന്നും വരുന്നില്ല, കുറച്ച് റിയാക്ഷൻസേ ഉള്ളൂ. ഓക്കെ, സോ യാ, നോക്കിക്കേ, 3 റിയാക്ഷൻസ് ആണ് കീറ്റോൺസിന്റെ പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തത് അസൈൽ ക്ലോറൈഡ്സ് എന്നുള്ള പ്രിപ്പറേഷൻ, രണ്ടാമത്തത് RCN നൈട്രൈൽസ് RCN എന്നുള്ള പ്രിപ്പറേഷൻ, മൂന്നാമത്തത് നിങ്ങൾക്ക് അറിയാവുന്ന സാധനം, ഇവിടെ അത് പേര് മറഞ്ഞു പോയിട്ടുണ്ട്, താഴത്തുണ്ട്, ആ ഫിഗർ താഴത്തോട്ട് വന്നാണ് കേട്ടോ, പേര് ഫ്രിഡൽ ക്രാഫ്റ്റ് എന്നാണ്. സോ ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ റിയാക്ഷൻ, ഇങ്ങനെ 3 റിയാക്ഷൻസ് ആണ് കീറ്റോൺസിന്റെ പ്രിപ്പറേഷനിൽ പഠിക്കാനുള്ളത്. സോ ഒന്നേ നമുക്ക് പോകാം. ഫസ്റ്റ് വൺ ഈസ് അസൈൽ ക്ലോറൈഡ്സ്. ഓക്കെ, RCOCl എന്തായിട്ട് മാറ്റുക? കീറ്റോൺ ആയിട്ട് മാറ്റുക. ഓക്കെ, RCOCl കീറ്റോൺ ആയിട്ട് മാറ്റാനായിട്ട് യു ക്യാൻ യൂസ് ദ റിയേജന്റ് ഡൈ ആൽക്കൈൽ കാഡ്മിയം. RCOCl അസൈൽ ക്ലോറൈഡിനെ കീറ്റോൺ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റിയേജന്റ് ഏതാണ്? ഡൈ ആൽക്കൈൽ കാഡ്മിയം. ഓക്കെ, ഡൈ ആൽക്കൈൽ കാഡ്മിയം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ വിത്ത്
ഗ്രിഗ്നാർഡ് റിയേജന്റിനെ നിങ്ങൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക? ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് കാഡ്മിയം ക്ലോറൈഡ്. ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഡൈ ആൽക്കൈൽ കാഡ്മിയം. ഒന്നുകൂടെ പറയാം, ട്രീറ്റ് യുവർ ഗ്രിഗ്നാർഡ് റിയേജന്റ് വിത്ത് കാഡ്മിയം ക്ലോറൈഡ്, നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡൈ ആൽക്കൈൽ കാഡ്മിയം കിട്ടും. ഓക്കെ, ഡൈ ആൽക്കൈൽ കാഡ്മിയം കിട്ടും. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം, അങ്ങനെ കിട്ടുന്ന ഡൈ ആൽക്കൈൽ കാഡ്മിയത്തെ നിങ്ങൾ RCOCl ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് കീറ്റോൺ. നിങ്ങൾക്ക് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ദ റിയാക്ഷൻ. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് RCOCl, റിയേജന്റ് ഡൈ ആൽക്കൈൽ കാഡ്മിയം, പ്രോഡക്റ്റ് കീറ്റോൺ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അസൈൽ ക്ലോറൈഡിനെ കീറ്റോൺ ആക്കി മാറ്റാൻ, നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന റിയേജന്റ് ഡൈ ആൽക്കൈൽ കാഡ്മിയം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഈസ് nitriles. How to convert nitriles? How to convert nitriles into ketone? Nitriles-നെ ketone ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും? Okay, nitriles can be converted into ketones by treating with the Grignard reagent. RNGBr എന്താണത്? Grignard reagent ആണ്. Okay, so nitriles can be converted into ketone using Grignard reagent. The reaction is given. Okay, so once again, how can you convert nitriles into ketones? Nitriles can be converted into ketones by using Grignard reagent. Okay ആണല്ലോ. റിയാക്ഷൻ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. റിയാക്ഷൻ്റെ മെക്കാനിസവും ബാക്കി കാര്യങ്ങളും ഉണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല, കാണിക്കുന്നില്ല. കാരണം നമുക്കത് വേണ്ട. നമുക്കിപ്പം റിവിഷൻ ആണ്. നമ്മൾ ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ? നിങ്ങളോട് കംപ്ലീറ്റ് റിയാക്ഷൻ, അങ്ങനെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത് നിങ്ങൾക്കൊരു സബ്സ്ട്രേറ്റ്, ഫോർ എക്സാമ്പിൾ RCN തന്നിട്ടുണ്ടാവും. സപ്പോസ് യു മൈറ്റ് ബി ഗിവൺ CH3CN. ഓക്കെ, അല്ലെങ്കിൽ CH3CN തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് യു ആർ ആസ്ക്ഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു CH3 C double bond or CH3. How will you convert it? Okay, how will you convert this to this? ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. സോ നിങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ആകെ എന്തുമാത്രം ചിന്തിച്ചാൽ മതി? സബ്സ്ട്രേറ്റിനെ കുറിച്ച് ചിന്തിക്കുക, റിയേജന്റിനെ കുറിച്ച് ചിന്തിക്കുക, പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുക ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ ആണല്ലോ. ഓക്കെ, സെറ്റ്. ഓക്കെ, സോ നൈട്രൈൽസിൽ നിന്ന് കീറ്റോൺസ് കിട്ടാൻ ഗ്രിഗ്നാർഡ് റിയേജന്റ് കൊണ്ട് ട്രീറ്റ് ചെയ്യാം. അടുത്തതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ പറഞ്ഞത്. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി? Okay, so in Friedel Crafts acylation, you are converting benzene into ketone. Benzene into ketone ആണ്. So you are taking benzene എടുക്കും. എന്നിട്ട് ബെൻസീനെ നിങ്ങൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യും? RCOCl ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3, your product will be benzene ring C double bond O. Okay. So this is Friedel Crafts acylation reaction. So these are the three methods by which you can get ketones. നിങ്ങൾക്ക് കീറ്റോൺസിനെ കിട്ടുന്ന 3 മെത്തേഡ്സ് ഇതൊക്കെയാണ്. ഓക്കെ ആണല്ലോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലോ. മനസ്സിലായല്ലോ? സിന്തറ്റിക് മെത്തേഡ്സ് എല്ലാം മനസ്സിലായല്ലോ. Now thinking about the physical properties of aldehydes or ketones. Aldehydes അല്ലെങ്കിൽ കീറ്റോൺസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ട്രൈക്കിംഗ് കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ഒരു ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺസിനെ കമ്പയർ ചെയ്താലോ അല്ലെങ്കിൽ ഈത്തേഴ്സിനെ കമ്പയർ ചെയ്താലോ അവരെക്കാട്ടിലൊക്കെ കൂടുതലാണ്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺസ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ഈത്തേഴ്സ് ഓർ കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺസ്. But their boiling point is less than corresponding alcohols. Why? Because alcohols have hydrogen. ആൽക്കഹോൾസിന് എന്തുണ്ട്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോ കാർബൺസിനെക്കാട്ടിലോ ഈതേഴ്സിനെക്കാട്ടിലോ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്, പക്ഷെ ആൽക്കഹോൾസിനെക്കാട്ടിലും കുറവാണ്. ഇതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഈ ആൽഡിഹൈഡ് കീറ്റോൺസിന്റെ മിസിബിലിറ്റി അല്ലെങ്കിൽ സൊലുബിലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ അവർ ഓർഗാനിക് സോൾവെന്റ്സിലൊക്കെ സൊലുബിൾ ആണ്, പക്ഷെ അവരുടെ ഹയർ മെമ്പേഴ്സ് വരുമ്പോഴത്തേക്കും സൊലുബിലിറ്റി കുറഞ്ഞ് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, സെറ്റ്. Next is the chemical reactions of aldehydes or ketones. Aldehydes അല്ലെങ്കിൽ കീറ്റോൺസിന്റെ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. അവർ പ്രധാനമായിട്ടും പോകുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്.
ഓക്കെ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. എന്താണ് ഈ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്ന സാധനത്തിന്റെ മീനിങ്? സംതിങ് ഈസ് ആഡിങ് ഓൺ, അല്ലെ? എന്തോ ഒന്ന് ആഡഡ് ആവുകയാണ്. ഓക്കെ, അഡീഷൻ സാധാരണ നടക്കുന്നത് എവിടെയാണ്? ഡബിൾ ബോണ്ടിലാണ് നടക്കുന്നത്. ന്യൂക്ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ സാധനം എന്താണ്? ന്യൂക്ലിയോഫിലിക് പോസിറ്റീവ് ലവിങ് ആയിട്ടുള്ള ആളുകൾ, അല്ലെ? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളുകൾ എന്താ പറയാ, ആരിലോട്ട് വരും? നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്സിലോട്ട് വരും. ആരിലോട്ട് വരും? കാർബണൈൽ കോമ്പൗണ്ട്സിലോട്ട്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്സിലോട്ട് വരികയാണേ. സോ ദിസ് ഈസ് അവർ കാർബണൈൽ കോമ്പൗണ്ട്. ഇതിനകത്തോട്ട് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരാൾ വരികയാണ്. ഇയാൾ ഈ പൊസിഷനിൽ എവിടെ അറ്റാക്ക് ചെയ്യും? ആരായിരിക്കും ഇവിടെ ഏറ്റവും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആള്? തീർച്ചയായിട്ടും എന്താ, ഈ പാവം കാർബൺ ആയിരിക്കും കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രവാസി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും ദരിദ്രവാസി ആയത്? ഓഫ് കോഴ്സ്, ഡബിൾ ബോണ്ടിലി കണക്റ്റഡ് ടു ആൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ലൈക്ക് ഓക്സിജൻ. സോ ഒബ്വിയസ്ലി ഏറ്റവും ഇലക്ട്രോൺ ഡെഫിഷ്യൻസ്, ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സെന്റർ, ഇലക്ട്രോണിന് ദാരിദ്ര്യം പിടിച്ച സെന്റർ ഏതായിരിക്കും? ഇതായിരിക്കും. സോ ഒബ്വിയസ്ലി ന്യൂക്ലിയോഫൈൽ എവിടെ അറ്റാക്ക് ചെയ്യും? ഇവിടെ അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ ഇവിടെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് ഓക്സിജനിൽ പോകും. സോ വി വിൽ ഗെറ്റ് RO minus, RNO minus. ഓക്കെ, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? പ്രോട്ടോണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹൈഡ്രോളിസിന് വിധേയപ്പെടുത്തും. നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഓക്കെ, ഇവിടെ മൈനസ് ഇല്ല, NU. ഓക്കെ, സോ യു വിൽ ഗെറ്റ് എ പ്രോഡക്റ്റ് ലൈക്ക് ദിസ്. ഈ ഒരു റിയാക്ഷൻസിനെയാണ്, ഇത് ഇങ്ങനെ നടക്കുന്ന എല്ലാ റിയാക്ഷൻസിനെയും കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയും. ഇങ്ങനെ നടക്കുന്ന റിയാക്ഷൻസിനെ എല്ലാം, കോമൺ ആയിട്ടുള്ള റിയാക്ഷൻസിനെ എല്ലാം നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറയും. സോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ് എന്താണ്? കാർബണിൽ ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് ആഡ് ആവുന്നു, ആ പൈ ബോണ്ട് ബ്രേക്ക് ആവുന്നു, എന്നിട്ട് ആ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ആര് വന്ന് അറ്റാക്ക് ആവുന്നു? H. സോ സിംപ്ലി നിങ്ങൾ നോക്കിയേ എന്താ ഇവിടെ ശരിക്കും നടന്നേ? കാർബണിൽ ആര് വന്ന് അറ്റാക്ക് ചെയ്തു? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്തു. ഓക്കെ, സോ യു ഹാവ് വൺസ് അഗെയിൻ C ഡബിൾ ബോണ്ടോ. ഓക്കെ, ഞാനൊന്ന് തലകുത്തനെ വരച്ചു എന്നേ, വേറെ ഒന്നുമില്ല. C ഡബിൾ ബോണ്ടോ. സോ ഇവിടെ അറ്റാക്ക് നടക്കുമ്പോൾ ന്യൂക്ലിയോഫൈൽ ആര് അറ്റാക്കായി? കാർബണിൽ ആര് വന്ന് അറ്റാക്കായി? ന്യൂക്ലിയോഫൈൽ. ഓക്സിജനിൽ ആര് വന്ന് അറ്റാക്കായി? ഹൈഡ്രജൻ. സോ ഒരു ന്യൂക്ലിയോഫൈലും ഒരു ഹൈഡ്രജനും ഡബിൾ ബോണ്ട് അക്രോസ് ആയിട്ട് ആഡ് ആയിരിക്കുന്നു. അതാണ് എന്ത്? ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസ്. തെറ്റാണല്ലോ? കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നിങ്ങളുടെ പുസ്തകത്തിൽ ഏതാണ്ട് 5 എക്സാമ്പിൾസ്, യെസ്, 5 എക്സാമ്പിൾസ് ആണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻസിന് തന്നിരിക്കുന്നത്. ഈ 5-ൽ ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കും. ഓക്കെ, ഒരേ ഒരെണ്ണം. ബാക്കി എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ചെയ്തെടുക്കണം. സോ ദ ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സൈനൈഡ്. ഹൈഡ്രജൻ സൈനൈഡിന്റെ അഡീഷൻ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഹൈഡ്രജൻ സൈനൈഡിന്റെ അഡീഷൻ ഞാൻ ഒരു സാമ്പിൾ കാണിക്കും, ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം ചെയ്തെടുത്തോണം, കേട്ടല്ലോ. സോ C double bond O, R plus HCl. Now you see, ഹൈഡ്രജൻ സയനൈഡിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ന്യൂക്ലിയോഫൈൽ ഏതാ മക്കളെ? ഇത് H+ ആയിരിക്കും, ഇത് Cn- ആയിരിക്കും. സോ ന്യൂക്ലിയോഫൈൽ ഏതായിരിക്കും? Cn- ആയിരിക്കും. Cn- എവിടെ അറ്റാക്ക് ചെയ്യും? കാർബണിൽ അറ്റാക്ക് ചെയ്യും. ഏത് ബോണ്ട് ബ്രേക്ക് ചെയ്യും? ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? യു വിൽ ഗെറ്റ് RO minus RCn. ഓക്കെ ആണല്ലോ? ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് സംഭവിക്കും? ഇൻ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് that H+ comes and you will get ROH, RCn. Okay, and this is called a cyanohydrine. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? cyanohydrine എന്ന് വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും? cyanohydrine. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾക്ക് RMGBr ഉണ്ടത് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് തിങ്ക് ദാറ്റ്, എന്താ പറയാ, ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഈ റിയേജന്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂക്ലിയോഫൈൽ ഏതാ? RMGBr എന്നുള്ള ന്യൂക്ലിയോഫൈൽ R-. സോ ന്യൂക്ലിയോഫൈൽ പോയിട്ട് ആരെ അറ്റാക്ക് ചെയ്യും? കാർബൺ അറ്റാക്ക് ചെയ്യും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. അടുത്തത് പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആൽക്കഹോൾസ്, ROH. സോ ROH എന്ന് വരുന്ന ന്യൂക്ലിയോഫൈൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം, അറ്റാക്ക് ചെയ്യിക്കണം. അടുത്തത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അമോണിയ, NH3. സോ അമോണിയ എന്ന് വരാൻ സാധ്യതയുള്ള ന്യൂക്ലിയോഫൈൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം, അറ്റാക്ക് ചെയ്യിക്കണം. റിയാക്ഷൻ ഈ എഴുതിയതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? എഴുതാൻ പറ്റുമല്ലോ? എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായിട്ടും പറ്റും. വലിയ സംഭവം ഒന്നല്ല, എല്ലാരെ കൊണ്ടും നടക്കും. Okay, so next is the reactions given by
റിയാക്ഷൻസ് ഗിവൺ ബൈ അവർ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സ് അല്ലെ കീറ്റോൺസ് തരുന്ന റിയാക്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ ആൽഡിഹൈഡ് അല്ലെ കീറ്റോണിന്റെ റിഡക്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹൗ വിൽ ദേ റെഡ്യൂസ്? ഓക്കെ, സോ ആൽഡിഹൈഡ് അല്ലെ കീറ്റോണെ റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് ആൽക്കഹോൾ ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. യു റിമെമ്പർ, ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്ത ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, അതിനെ നിങ്ങൾ വീണ്ടും ഓക്സിഡൈസ് ചെയ്താൽ നിങ്ങൾക്ക് ആസിഡ്. നേരെ തിരിച്ച് ആസിഡിനെ റെഡ്യൂസ് ചെയ്ത ആൽഡിഹൈഡ് കീറ്റോണിനെ റെഡ്യൂസ് ചെയ്താൽ ആൽക്കഹോൾസ്. ഈവൻ ഡയറക്റ്റ് ആയിട്ട് പോകാനും നമ്മളെ കൊണ്ട് സാധിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? സോ ദ സെയിം വേ വെൻ യു റെഡ്യൂസ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ആൽക്കഹോൾസ്. ഇനി ആൽഡിഹൈഡ്സ് അല്ലെ കീറ്റോൺസിനെ റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ആരെയൊക്കെ ഉപയോഗിക്കാം? അതാണ് പ്രധാന ക്വസ്റ്റ്യൻ. ദ റിയേജന്റ് ഈസ് ദ മേജർ തിങ്. ആരൊക്കെയാണ് റിയേജൻസ്? സോഡിയം ബോറോഹൈഡ്രൈഡ്, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ആൻഡ് catalytic hydrogenation. എന്താണ് catalytic hydrogenation? ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. ഓക്കെ, സോ ഇതാണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. സോ ഫോർ കൺവേർട്ടിംഗ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഇൻടു ആൽക്കഹോൾസ്, ആൽഡിഹൈഡ് അല്ലെ കീറ്റോണിനെ ആൽക്കഹോൾസ് ആക്കി മാറ്റാൻ നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? സോഡിയം ബോറോഹൈഡ്രൈഡ് ഉപയോഗിക്കാം, ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കാം, ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ യൂസ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ടു. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, സോ റിമെമ്പർ ദ റിയേജൻസ്. ദെൻ റിഡക്ഷൻ, നമുക്ക് ആൽക്കഹോൾസിനെ ആദ്യം എന്താക്കി മാറ്റി? നമ്മൾ ആൽക്കഹോൾസ് ആക്കി മാറ്റി. ആൽക്കഹോൾസിനെ ഹൈഡ്രോ കാർബൺസ് ആക്കി മാറ്റാനും നമ്മളെ കൊണ്ട് സാധിക്കും. ആൻഡ് അനദർ 2 നെയിം റിയാക്ഷൻസ് ആർ കമ്മിങ് ഓവർ ഹിയർ. ഓക്കെ, മറ്റ് 2 നെയിം റിയാക്ഷൻസ് വരികയാണ്. ഓക്കെ, ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ആൽക്കെയിൻ ആക്കി മാറ്റാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉപയോഗിക്കാം. ടു കൺവേർട്ട് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ടു ആൽക്കെയിൻ, if you are using zinc amalgam, zinc bar HCl നമ്മൾ എന്ത് പറയും? zinc amalgam bar HCl. if you are using aldehyde or ketone, അല്ലെങ്കിൽ if you are using zinc amalgam bar HCl for converting aldehyde or ketone to alkane, then ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ക്ലെമൻസൺ റിഡക്ഷൻ. സോ എന്താണ് ക്ലെമൻസൺ റിഡക്ഷൻ? ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ സിങ്ക് അമാൽഗം ബാർ HClന്റെ പ്രസൻസിൽ ആൽക്കീനാക്കി കൺവേർട്ട് ചെയ്യുന്ന റിഡക്ഷൻ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലെമൻസൺസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, സോ ക്ലെമൻസൺ റിഡക്ഷന്റെ റിയേജൻസ് സിങ്ക് അമാൽഗം ബാർ HCl. അടുത്തത് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ആക്കി മാറ്റാൻ നമുക്ക് മറ്റൊരു റിയേജന്റിനെ ഉപയോഗിക്കാം. ആ റിയേജന്റിന്റെ പേരാണ് ഹൈഡ്രസീൻ NH2. ഓക്കെ, താഴെ പോയതുകൊണ്ട് ഒരു ഭംഗിക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത് പൊക്കത്ത് എഴുതുവാണ്. NH2. സോ ഈ ഹൈഡ്രസീനെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് when you are using hydrazine to convert aldehyde or ketone to alkene, ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ആൽക്കെയിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഹൈഡ്രസീനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് വോൾഫ്-കിഷ്നർ റിഡക്ഷൻ. സോ വോൾഫ്-കിഷ്നർ റിഡക്ഷന്റെ റിയേജന്റ് എന്താണ്? ഹൈഡ്രസീൻ. ഏതാണ് റിയേജന്റ്? ഹൈഡ്രസീൻ. സോ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ആൽക്കെയിൻ ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷന്റെ പേരാണ് എന്ത്? വോൾഫ്-കിഷ്നർ റിയാക്ഷൻ അല്ലെങ്കിൽ വോൾഫ്-കിഷ്നർ റിഡക്ഷൻ. ഓക്കെ ആണല്ലോ? സോ 3 റിഡക്ഷൻ മനസ്സിലായല്ലോ. ആൽഡിഹൈഡ് ഓർ കീറ്റോണിനെ ആൽക്കഹോൾസ് ആക്കി മാറ്റാൻ സോഡിയം ബോറോഹൈഡ്രൈഡോ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡോ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷനോ ഉപയോഗിക്കാം. ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ ആൽക്കെയിൻ ആക്കി മാറ്റാൻ ക്ലെമൻസൺസ് റിഡക്ഷനോ വോൾഫ്-കിഷ്നർ റിഡക്ഷനോ ഉപയോഗിക്കാം. ക്ലെമൻസൺസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിയേജന്റ് സിങ്ക് അമാൽഗം ബാർ HCl ആണ്. ആൻഡ് വോൾഫ്-കിഷ്നർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിയേജന്റ് ഹൈഡ്രസീൻ ആണ്. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, സോ അടുത്ത റിയാക്ഷൻസ് നോക്കാം നമുക്ക്. സോ അടുത്ത റിയാക്ഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ദിസ് പോർഷൻ ഷുഡ് ഹാവ് ടു ബി ടേക്കൺ വെരി കെയർഫുള്ളി. ദാറ്റ് ഈസ്
ഈ ഒരു പോർഷനിൽ ഇതാ ഈ രണ്ട് റിയാക്ഷൻസ് കിടപ്പുണ്ട്, ടോളൻസും ഫെല്ലിങ്സും. ഓക്കെ, ഈ ടോളൻസും ഫെല്ലിങ്സും ആക്ച്വലി എന്താ പറയാ, ആൽഡിഹൈഡ് അല്ലെ കീറ്റോണിനെ, ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ അല്ലെങ്കിൽ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ഡിസ്റ്റിങ്യൂഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് റിയാക്ഷൻസ് ആണ് ടോളൻസും ഫെല്ലിങ്സും. ടോളൻസ് ആണെങ്കിലും ശരി, ഫെല്ലിങ്സ് ആണെങ്കിലും ശരി, ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. പക്ഷെ രണ്ടുപേരും മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ആരെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുള്ളൂ? ആൽഡിഹൈഡിനെ മാത്രമേ ഓക്സിഡൈസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആസിഡ് ആക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. സോ ദിസ് പെർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസ്റ്റിങ്യൂഷിംഗ് ബിറ്റ്വീൻ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഏതൊക്കെ റിയാക്ഷൻസ് ആണ് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും തമ്മിൽ ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്? ടോളൻസ് ടെസ്റ്റ് ആൻഡ് ഫെല്ലിങ്സ് ടെസ്റ്റ്. ഓക്കെ, സോ ടോളൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ ആൽഡിഹൈഡ് ഇരിപ്പുണ്ട്. ആൽഡിഹൈഡിനെ നമ്മൾ അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ്, ഈ സാധനത്തിന് എന്താ പറയാ? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് അല്ലെങ്കിൽ ടോളൻസ് റിയേജന്റ് എന്ന് വിളിക്കും. ഈ ടോളൻസ് റിയേജന്റുമായിട്ട് നമ്മൾ നമ്മുടെ ആൽഡിഹൈഡിനെ ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ആസിഡ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. ഓക്കെ, ദെൻ ഫെല്ലിങ്സ് ടെസ്റ്റ്. ഫെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ വീണ്ടും ആൽഡിഹൈഡിനെ എന്താക്കി മാറ്റുന്നു? ആസിഡ് ആക്കി മാറ്റുന്നു. അതിന് നമുക്ക് അതിന് ആൽഡിഹൈഡിനെ നമ്മൾ ഫെല്ലിംഗ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യും. ഫെല്ലിംഗ് സൊല്യൂഷൻ രണ്ടെണ്ണം ഉണ്ട്. ഫെല്ലിംഗ് സൊല്യൂഷൻ എ, ഫെല്ലിംഗ് സൊല്യൂഷൻ ബി. ഫെല്ലിംഗ് സൊല്യൂഷൻ എയും ബിയും 50-50% എടുക്കുന്നതിനെയാണ് നമ്മൾ ഫെല്ലിങ്സ് മിക്സ്ചർ എന്ന് പറയുന്നത്. ആ മിക്സ്ചറുമായിട്ട് നമ്മൾ ആൽഡിഹൈഡിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. ഇനി ഫെല്ലിംഗ് സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വസ് കോപ്പർ സൾഫേറ്റ്. ഫെല്ലിംഗ് സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? റോഷെല്ലെ സോൾട്ട് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. റോഷെല്ലെ സോൾട്ട് അല്ലെങ്കിൽ എന്താ പറയാ? സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. റോച്ചെല്ലെ സോൾട്ട് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ രണ്ട് സൊല്യൂഷൻസ്, ഫെല്ലിങ്സ് എ ആൻഡ് ഫെല്ലിങ്സ് ബി, രണ്ടിനെയും 50-50% മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെല്ലിംഗ് സൊല്യൂഷൻ കിട്ടും. അതിനെ നമ്മൾ ആൽഡിഹൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. ആൻഡ് ദിസ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ ടെസ്റ്റ് ഓഫ് ആൽഡിഹൈഡ്. ഓക്കെ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹാലോഫോം റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഹാലോഫോം റിയാക്ഷൻ ആക്ച്വലി മീഥൈൽ കീറ്റോൺസിനെ ഐഡന്റിഫൈ ചെയ്യാൻ, മീഥൈൽ കീറ്റോൺസ് അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്താലോ റെഡ്യൂസ് ചെയ്താലോ മീഥൈൽ കീറ്റോൺ കിട്ടാൻ സാധ്യതയുള്ളവർ, ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് ഹാലോഫോം. എന്താണ് ഈ മീഥൈൽ കീറ്റോൺ? COCH3. ഈ ഒരു ഫ്രാഗ്മെന്റ് ഉള്ള സാധനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് ഹാലോഫോം റിയാക്ഷൻ. ഹാലോഫോം റിയാക്ഷന്റെ റിയേജന്റ് എന്ന് പറയുന്നത് സോഡിയം ഹൈപ്പോഹാലൈറ്റ് ആണ്, അതായത് NaOX. ഓക്കെ, സോ സോഡിയം ഹൈപ്പോഹാലൈറ്റ് ആണ് ഹാലോഫോം റിയാക്ഷന്റെ റിയേജന്റ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഹാലോഫോം എന്ന് വിളിക്കുന്നത്? വൈ ഹാലോഫോം റിയാക്ഷൻ ഈസ് കോൾഡ് ഹാലോഫോം റിയാക്ഷൻ? ബിക്കോസ് ദ പ്രോഡക്റ്റ് ഫോംഡ് ഈസ് ഹാലോഫോംസ്. അതുകൊണ്ടാണ് കേട്ടോ. ഒന്നുമില്ല, ക്ലോറോഫോം ആയിരിക്കും റിയേജന്റ്. ഇഫ് യു ആർ യൂസിങ് NaOCl, chloroform is the product. If you are using NaOBr, bromoform is the product. If you are using NaOI, iodoform is the product. That is why this particular reaction is called a haloform reaction. Okay, ഉണ്ടാവുന്ന പ്രോഡക്റ്റിനാണ് തോന്നാണ് റിയാക്ഷന്റെ പേരുണ്ടായി വന്നത്. Okay, so when you treat your ketones containing this particular fragment, നിങ്ങൾക്ക് എന്ത് കിട്ടും? Sodium salt of carboxylic acid with 1 carbon atom less. Okay, for example, if you are treating RCOCH3, if you are treating RCOCH3 with NaOCl, the product will be ഒരു കാർബൺ ആറ്റം കുറഞ്ഞ ആസിഡ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് RC double bond ONA. സോൾട്ട് ആയിരിക്കും കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് വിത്ത് 1 കാർബൺ ആറ്റം ലെസ്. സോ ഇവിടെ നിങ്ങൾക്ക് ഇതിലുള്ള കാർബൺ ആറ്റം ഉണ്ട്, കൂടാണ്ട് 2 കാർബൺ ആറ്റം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇത് കൂടാണ്ട് ഒരേ ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ. സോ യുവർ പ്രോഡക്റ്റ് കണ്ടെയ്ൻസ് കാർബോക്സിലിക് ആസിഡ് വിത്ത് 1 കാർബൺ ആറ്റം ലെസ് പ്ലസ് CH3Cl. and CH3Cl is called a chloroform. Okay ആണല്ലോ. സോറി, CHCl3. Okay ആണല്ലോടാ. Okay, so this particular reaction is called a haloform reaction. ഈ റിയാക്ഷൻ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാലോഫോം റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്.
Then another, and of course, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, അവിടെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്. അല്ല, ഒന്നുമില്ല. Okay, yeah, fine. Next reactions, two very important reactions, aldol condensation and cross aldol condensation. These reactions are shown by aldehydes or ketones having alpha hydrogen. Aldehyde alle ketone having alpha hydrogen ഉള്ളവരാണ്. ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡ് അല്ലെ കീറ്റോൺസ് ആണ് നമുക്ക് എന്ത് റിയാക്ഷൻസ് തരുന്നത്? ആൾഡോൾ കണ്ടൻസേഷനും ക്രോസ് ആൾഡോൾ കണ്ടൻസേഷനും തരുന്നത്. റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ്. സോ യു വിൽ ഹാവ് സംതിങ് ലൈക്ക് ദിസ് CHO in presence of base KOH. ബേസിന്റെ പ്രസൻസിൽ ഹീറ്റും കൂടെ തന്നിട്ടുണ്ടാവും. യു വിൽ ഹാവ് സംതിങ് ലൈക്ക് ദിസ് ആൻഡ് യുവർ പ്രോഡക്റ്റ് വിൽ ബി സം ആൽക്കീൻ. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽക്കീൻ ആയിരിക്കും. പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽക്കീൻ. ഓക്കെ, കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതി കഴിഞ്ഞാൽ, സോ RC ഡബിൾ ബോണ്ടോ H ആണെന്ന് വെച്ചോളാം. ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് അനദർ മോളിക്യൂൾ ഓഫ് RC ഡബിൾ ബോണ്ടോ H. ഓക്കെ, ബേസ് ഉണ്ട്, KOH ആണ് ബേസ്, ഹീറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ബേസ് എന്ത് ചെയ്യും? ബേസ് ഇതാ ഇവിടെ നിന്ന് ഒരു പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും. ബേസ് എടുത്തോണ്ടോ ആസ് എ റിസൾട്ട് ഇവിടെ എന്താവും? ഇവിടെ നെഗറ്റീവ് ആവും. ഈ നെഗറ്റീവ് ചാർജ് ആരെ അറ്റാക്ക് ചെയ്യും? അതായത് ഇതിനെ അറ്റാക്ക് ചെയ്യും. ഇതിങ്ങനെ ബോണ്ട് അങ്ങോട്ടേക്ക് ബ്രേക്ക് ആവും. സോ യു വിൽ ഹാവ് RCO മൈനസ് R, ഇവിടെ H ഉണ്ട്, RC ഡബിൾ ബോണ്ടോ H. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഇത് H+നെ സ്വീകരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, അതായത് ഒരു H+നെ സ്വീകരിച്ച് OH ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ H തൻ്റെ ഇതിനെ ഇവിടെ കൊടുത്തിട്ട് ഇതും എലിമിനേറ്റ് ആവും. ആസ് എ റിസൾട്ട് യു വിൽ ഗെറ്റ് RC ഡബിൾ ബോണ്ട് RC ഡബിൾ ബോണ്ടോ H. ഓക്കെ, യു വിൽ ഗെറ്റ് എ ആൽക്കീൻ. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ആൽഡിഹൈഡിന്റെ, ഓക്കെ, ഏതെങ്കിലും ഒരു ആൽഡിഹൈഡ് അല്ലെ കീറ്റോൺ കേട്ടോ. ആൾഡോൾ എന്ന് കേട്ടോണ്ട് ആൽഡിഹൈഡ് മാത്രമേ റിയാക്ഷനിൽ പങ്കെടുക്കൂ എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും പാടില്ല. ആരും പങ്കെടുക്കും, കീറ്റോണും പങ്കെടുക്കും കേട്ടോ, ആൾഡോൾ കണ്ടൻസേഷൻ. സോ ആൽഡിഹൈഡ് അല്ലെ കീറ്റോണിന്റെ രണ്ടും ഐഡന്റിക്കൽ ആയിരിക്കും. ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ രണ്ടും ഐഡന്റിക്കൽ ആണ്. ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തുനിന്ന് ഹൈഡ്രജനെ H+നെ ആരെടുത്തോണ്ട് പോകും? ബേസ് എടുത്തോണ്ട് പോകും. ഓക്കെ, സോ അന്നേരം നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ജനറേറ്റ് ആവും, ഒരു ന്യൂക്ലിയോഫൈൽ ജനറേറ്റ് ആവും. ആ ന്യൂക്ലിയോഫൈൽ പോയിട്ട് നമ്മുടെ കാർബണിൽ കാർബണെ അറ്റാക്ക് ആവുന്നു. നമ്മുടെ അഡീഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷന്റെ സ്റ്റെപ്പാണ് പിന്നെ നടക്കുന്നത്. ബാക്കിയൊക്കെ അതുപോലെ നടന്നു. ആകെ എക്സ്ട്രാ നടന്നൊരു സ്റ്റെപ്പ് ഇവിടെ ഹീറ്റ് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ ഇത് സംഭവിച്ചത്. ഹീറ്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു? ഈ H+ തന്റെ പ്രോട്ടോണിനെ ഇവിടെ കൊടുത്തിട്ട് OH മൈനസ് അല്ലെങ്കിൽ ഒരു H2O എലിമിനേറ്റ് ആയി എന്ന് നമുക്ക് പറയാം. എന്ത് എലിമിനേറ്റ് ആയി എന്ന് പറയാം? വാട്ടർ എലിമിനേറ്റ് ആയി. എന്തുകൊണ്ടാണ് വാട്ടർ എലിമിനേറ്റ് ചെയ്തത്? ഈ ഹീറ്റ് അവിടെ കിടന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ദിസ് ഈസ് ആൾഡോൾ കണ്ടൻസേഷൻ. ഈ ആൾഡോൾ കണ്ടൻസേഷനിൽ ഇപ്പം രണ്ടും ഒരേ സാധനമാണ് എടുത്തത്. അത് ഒരേ സാധനം എടുക്കാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ എടുത്തിരുന്നെങ്കിൽ അപ്പം നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ. സെയിം സ്റ്റെപ്പാണ്, ഒരേപോലെയാണ് വരുന്നത്. എന്തായാലും ഡിഫറെൻ്റ് ആണെങ്കിൽ ക്രോസ് ആൾഡോൾ, സെയിം ആണെങ്കിൽ ആൾഡോൾ. ഓക്കെ, ആൾഡിഹൈഡ് മാത്രമല്ല കീറ്റോണും തരും. ഇനി കീറ്റോൺ അല്ലെങ്കിൽ ആൾഡിഹൈഡ് ഏതാണെങ്കിലും ശരി, ഈ റിയാക്ഷൻ തരാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഹാവ് ആൽഫ ഹൈഡ്രജൻ. ഇതിന് എന്തുണ്ടായിരിക്കണം? ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ദ കൺസേൺ. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്, ഇപ്പൊ ഇത്രയും റിയാക്ഷൻസ് നമ്മൾ കണ്ടത് ആൽഫ ഹൈഡ്രജൻ ഉള്ള ആളുകൾ ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, സോ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ, തരുന്ന ഒരു പ്രധാന റിയാക്ഷൻ ആണ് കാനിസാരോ റിയാക്ഷൻ. കഴിഞ്ഞ ബോർഡ് എക്സാമിന് കാനിസാരോ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ കാനിസാരോ റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ഇൻ ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ആര്? കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്താണെന്ന് മറന്നു പോയിട്ടുണ്ടോ? +1 പഠിച്ചതാ, മറന്നോ? ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഹാപ്പൻസ് ടു ദ സെയിം മോയിറ്റി. ഒരേ മോയിറ്റിക്ക് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ കാനിസാരോ റിയാക്ഷൻ ഇസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ദാറ്റ് ഹാപ്പൻസ് ടു ആൽഡിഹൈഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ എന്താ പ്രോഡക്റ്റ്? ആസിഡ്. ആൽഡിഹൈഡിന് റിഡക്ഷൻ സംഭവിച്ചാൽ എന്താ പ്രോഡക്റ്റ്? ആൽക്കഹോള്. സോ കാനിസാരോ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽക്കഹോളും ആസിഡും. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. സോ കാനിസാരോ റിയാക്ഷൻ ഇസ് എ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ വേർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഹാപ്പൻസ് ടു ദി ആൽഡിഹൈഡ്. ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ സംഭവിച്ചാൽ ആസിഡ്, ആൽഡിഹൈഡിന് റിഡക്ഷൻ സംഭവിച്ചാൽ ആൽക്കഹോള്. സോ റിയേജന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ബേസ് ആൻഡ് ഹീറ്റ് ആണ്. കോൺസെൻട്രേറ്റഡ് ബേസ്, ഓക്കെ, കോൺസെൻട്രേറ്റഡ് KOH അല്ലെ NaOH ബാറ് ഹീറ്റ് കണ്ടാൽ അതെന്താണ്? കാനിസാരോ റിയാക്ഷൻ ആണ്. പ്രോഡക്റ്റ് എന്തൊക്കെയായിരിക്കും? ഒരു ആൽക്കഹോളും ആയിരിക്കും, ഒരു ആസിഡും ഒരു ആൽക്കഹോളും ആയിരിക്കും. ആസിഡ് എക്സാക്റ്റ് ആ, ഇവിടെ ഒരു H+ ഇട്ടതുകൊണ്ടാണ് കേട്ടോ OH ആയിട്ട് വന്നത്. ഈ H+ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അതെന്തായിട്ട് നിന്നാനെ? Na ആയിട്ട് നിന്നാനെ, ഓർക്കണം. ഓക്കെ, സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് തന്നെ നിന്നാനെ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെടാ, വെരി ഗുഡ്. നെക്സ്റ്റ് ഈസ് ദ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. വേറെ ഒന്നും ഞാൻ പറയില്ല. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നിങ്ങൾക്കറിയാം. ഫ്രിഡൽ ക്രാഫ്റ്റ് ഉണ്ട്, നൈട്രേഷൻ ഉണ്ട്, ഹാലോജനേഷൻ ഉണ്ട്. സോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, CHO, ഓക്കെ, ഇത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിരിക്കോ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിരിക്കോ? നിങ്ങളൊന്ന് ആലോചിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഓർഗാനിക് കെമിസ്ട്രിയിലെ വൺ ഓഫ് ദ ദരിദ്രവാസീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ആൽഡിഹൈഡ് ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ആ കാർബണെ. സോ അങ്ങനെ ഒരു പാവം പിടിച്ച ദാരിദ്ര്യം പിടിച്ച കാർബണാണ് ബെൻസീൻ റിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇദ്ദേഹം എന്ത് ചെയ്യും? ആ ബെൻസീൻ റിങ്ങിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് വലിക്കും. സോ CHO അല്ലെങ്കിൽ COOH അല്ലെങ്കിൽ CONH2 അതും അല്ലെങ്കിൽ COCl അതും അല്ലെങ്കിൽ CO, ഇതെല്ലാം ഈ കാർബണൈൽ ഫാമിലി മുഴുവൻ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. ഇവർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും? മെറ്റാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു റിമെമ്പർ. ഓക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു തന്നു. ഹാലജനേഷൻ ഉണ്ട്, നൈട്രേഷൻ ഉണ്ട്, ഫ്രിഡൽ ക്രാഫ്റ്റ് ഉണ്ട്. സോ ഹാലജനേഷൻ, നൈട്രേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ഏത് സംഭവിച്ചാലും ശരി, ഇവരുടെ കേസിൽ എവിടെയാണ് നടക്കാൻ പോണേ? മെറ്റാ പൊസിഷനില. എന്നാ കൊണ്ടാ? ഇവർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയതുകൊണ്ടാ. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? പെർഫെക്റ്റ്. ഓക്കെ, സോ let's move on to the next family of carbonyl compounds, that is carboxylic acids. Carboxylic acids ലോട്ട് നമുക്ക് പോകാം. കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇൻഫാക്ട് ഈ ചാപ്റ്ററെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ കാർബോക്സിലിക് ആസിഡ്സ് നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കാർബോക്സിലിക് ആസിഡ്സിന്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് ഫോർമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ്, ബ്യൂട്രിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് ഇവരുടെ ഒരു കോമൺ നെയിം വരാൻ പോകുന്നത്. ഇവരുടെ IUPAC എന്ന് പറയുന്നത് ഡെൻസ് വിത്ത് ഓയിക് ആസിഡ്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം പ്രയോറിറ്റി ടേബിളിൽ ഒന്നാമത് നിൽക്കുന്ന ആളുകളാണ്. സോ മിക്കവാറും ഇവർ ഓയിക് ആസിഡ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സോ മെഥനോയിക് ആസിഡ്, എഥനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് എന്നിങ്ങനെയാണ് ഇവരുടെ നോമൻക്ലേച്ചർ പോകുക. ഓക്കെ, സോ ഓയിക് ആസിഡ് എന്ന രീതിയിലാണ് ഇവരുടെ സഫിക്സ് വരുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ദർ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ആണ്. ഇവരുടെ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ you can see there are 4 methods. Okay, 4 methods for the preparation of carboxylic acid. Carboxylic acidsന്റെ പ്രിപ്പറേഷൻ 4 മെത്തേഡ്സോളം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, അല്ലല്ലോ ടീച്ചറെ കൂടുതൽ മെത്തേഡ്സ് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാനൊരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ട്. അസൈൽ ഹാലൈഡ്സ്, അൺഹൈഡ്രൈഡ്സ്, എസ്റ്റേഴ്സ്, നൈട്രൈൽസ്, അമൈഡ്സ്, ഇവരുടെ എല്ലാം പ്രിപ്പറേഷൻ ഒറ്റ സിംഗിൾ ആക്കിതാ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആസിഡ് ഡെറിവേറ്റീവ്സ് എന്ന്. ഇവരെല്ലാവരും ആസിഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? നൈട്രൈൽസ്, CN ഇല്ലേ, നൈട്രൈൽസ്. നൈട്രൈൽസിനെ നമുക്ക് പക്ക ആസിഡ് ഡെറിവേറ്റീവ് എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ ഇവരുടെ കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. നൈട്രൈൽസ്, എന്തായാലും അമൈഡ്സ്, അസൈൽ ഹാലൈഡ്സ്, അൺഹൈഡ്രൈഡ്സ്, എസ്റ്റേഴ്സ്, ഇവരൊക്കെ ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഈ ഏത് ആസിഡ് ഡെറിവേറ്റീവിനെയും ഇൻക്ലൂഡിങ് ദിസ് RCN സഹിതം ഏത് ആസിഡ് ക്ലോറൈഡിനെയും ആസിഡ് ഡെറിവേറ്റീവിനെയും ആസിഡ് ആക്കി മാറ്റാൻ, ഏതൊരു ആസിഡ് ഡെറിവേറ്റീവിനെയും എന്താക്കി മാറ്റാൻ?
ആസിഡ് ആക്കി മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹൈഡ്രോളൈസ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. സോ വെൻ യു ഡു ഹൈഡ്രോളിസിസ്, ദാറ്റ് ഈസ് H plus bar H2O. H plus bar H2O. When you use H plus bar H2O for any of these acid derivatives, നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. സോ ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാൻ ആസിഡ് ഡെറിവേറ്റീവ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈഡ്രോളൈസ് ചെയ്യണം. സെറ്റ് അല്ലേ? ഓക്കെ, അവരെ അത്രയും കൂടെ ഞാൻ ക്ലബ് ചെയ്തുകൊണ്ടാണ് കേട്ടോ അവർ 4 പ്രിപ്പറേഷൻ മെത്തേഡ്സ് മാത്രമായി പോയത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ബാക്കിയുള്ളതൊന്ന് നോക്കാം. You can synthesize carboxylic acids from primary alcohols and aldehydes. നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആൽക്കഹോൾസിനെയും ആൽഡിഹൈഡ്സിനെയും ആസിഡ്സ് ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഓക്സിഡൈസ് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ഓക്സിഡൈസ് ചെയ്താൽ മതി. റിയേജൻസ് എന്തൊക്കെ ഉപയോഗിക്കാം? KMnO4 ഉപയോഗിക്കാം, K2Cr2O7 ഉപയോഗിക്കാം. ദെൻ വൺ റിയേജന്റ് പുതിയതായിട്ട് വരുന്നയാളാണ്, ഒന്ന് ഓർത്തു വെച്ചോ, ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം. ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അൺഹൈഡ്രസ് മീഡിയം നമ്മൾ കണ്ടായിരുന്നു. എവിടെയാണ് കണ്ടതെന്ന് പെട്ടെന്ന് ഓർത്തേ. എന്നിട്ട് ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം, അതിന് നമ്മൾ പറയുന്ന പേരാണ് ജോൺസ് റിയേജന്റ്. എന്താണ് പറയുന്നത്? ജോൺസ് റിയേജന്റ്. ക്രോമിയം ട്രയോക്സൈഡ് ഇൻ അസിഡിക് മീഡിയം ഈസ് കോൾഡ് ജോൺസ് റിയേജന്റ്. ഒരു മാർക്കിന് ചോദിക്കാം, എന്താണ് ജോൺസ് റിയേജന്റ്? CrO3 ഇൻ അസിഡിക് മീഡിയം ഈസ് കോൾഡ് ജോൺസ് റിയേജന്റ്. ഓക്കെ ആണല്ലോ. സോ KMnO4, K2Cr2O7, CrO3 ഇൻ അസിഡിക് മീഡിയ, ഇവരെ എല്ലാം ഉപയോഗിച്ച് നമുക്ക് ആരെ എന്ത് ചെയ്യാം? ആൽഡിഹൈഡ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ആരായിട്ട് മാറ്റാം? ആസിഡ് ആയിട്ട് മാറ്റാം. So that is the first preparative methods for the carboxylic acid, and the second preparative methods from alkyl benzene. എടാ, alkyl benzene എന്ന് പറഞ്ഞാലേ, suppose we have a benzene ring like this. അങ്ങോട്ട് പോവാണ് ആൽക്കൈൽ ചെയിൻ. ഇത്രയും വലിയൊരു ആൽക്കൈൽ ചെയിനെയും നമുക്ക് ഒറ്റയടിക്ക് ഒരു റിയേജന്റ് ഉപയോഗിച്ചുകൊണ്ട് എന്താക്കി മാറ്റാം? ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറ്റാം. എത്ര വലിയ ആൽക്കൈൽ ചെയിൻ ആണെങ്കിലും ഒരൊറ്റ റിയേജന്റ് ഉപയോഗിച്ച് നമുക്ക് എന്താക്കി മാറ്റാം? ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റാം. ഈവൻ ഇത്രയും വലിയതല്ല, ഇനി ടൊളുവീനെ നിങ്ങൾ എടുത്തോ. ടൊളുവീനെ നമുക്ക് ഈ റിയേജന്റ് ഉപയോഗിച്ചിട്ട് എന്താക്കി മാറ്റാം? ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റാം. ആ മാജിക് റിയേജന്റ് ആണ് KMnO4 in presence of KOH. ഓക്കെ, ആ മാജിക് റിയേജന്റ് ഏതാണ്? KMnO4 in presence of KOH and heat. So ഒന്നുകൂടെ എഴുതാം, KMnO4 in presence of KOH and heat. heat. ഇതാണ് നമ്മുടെ മാജിക് റിയേജന്റ്. എന്തിനുള്ള മാജിക് റിയേജന്റ്? ഏത് വലിയ ആൽക്കൈൽ ചെയിനിനെയും ഏത് ചെറിയ ആൽക്കൈൽ ചെയിനിനെയും എന്താക്കി മാറ്റുന്ന മാജിക് റിയേജന്റ് ആണിത്? ബെൻസോയിക് ആസിഡ് ആക്കി മാറ്റുന്ന മാജിക് റിയേജന്റ് ആണ് ഇത്. ഓക്കെ ആണല്ലോ. സോ അത് പഠിച്ചല്ലോ, സെറ്റ് ആണല്ലോ. ആൻഡ് ദ ലാസ്റ്റ് പ്രിപ്പറേറ്റീവ് മെത്തേഡ് ഫോർ കാർബോക്സിലിക് ആസിഡ്, ആൻഡ് ഇറ്റ് ഈസ് യൂസിങ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റും നമുക്കൊക്കെ ചിരപരിചിതനായ ഒരാളുമായിട്ടാണ് ഈ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഡ്രൈ ഈതർ ഒരു സോൾവെന്റ് ആണ് കേട്ടോ. ഇറ്റ്സ് എ സോൾവെന്റ്. ഈ സോൾവെന്റിൽ കാർബൺ ഡയോക്സൈഡും ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടെ റിയാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആസിഡ് കിട്ടും. ഓക്കെ, സോ RNGBr ആൻഡ് പ്ലസ് C ഡബിൾ ബോണ്ടോ. പ്രോഡക്റ്റ് കണ്ടോ? ഇദ്ദേഹം ന്യൂക്ലിയോഫൈൽ ആണ് അല്ലെ. ഇദ്ദേഹം പോയിട്ട് ആരെ അറ്റാക്ക് ചെയ്യും? ഈ കാർബൺ അറ്റാക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, സോ യു ഹാവ് C ഡബിൾ ബോണ്ടോ, E ഡബിൾ ബോണ്ടോ, സിംഗിൾ ബോണ്ട് R, ER. ദെൻ O, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് പോയില്ലേ, ആ O മൈനസ് ആയിട്ട് നിൽപ്പുണ്ട്. ആ മൈനസിലോട്ട് ആരോ വന്ന് അറ്റാച്ച് ആവും? MgBr വന്ന് അറ്റാച്ച് ആവും. ആ സാധനത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈഡ്രോളൈസ് ചെയ്ത് വിട്ടാൽ H+H2 ചെയ്ത് വിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? RC ഡബിൾ ബോണ്ട് ഓയിൽ. We got. Okay, so this is the preparative method of acids from Grignard reagent and carbon dioxide. Okay അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ ഒഴിച്ച് വെള്ളം കുടിക്കുന്നതിന് വിരോധം ഇല്ലല്ലോ. Sorry for that. Yeah, RMGBr and carbon dioxide, you get acid as the product. Okay ആണല്ലോ. So acids in the synthesis ആണ് നമ്മൾ കണ്ടത്. Let us move on to the physical properties of acid. Yes, physical properties of acid. ആസിഡ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം, നമുക്ക് സംസാരിക്കാനുള്ളത് ആരെ കുറിച്ചായിരിക്കും? ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഇവരുടെ ബോയിലിംഗ് പോയിന്റ് എവിടെ നിൽക്കുമെന്ന്? യെസ്, ഓഫ് കോഴ്സ്. ഇവരുടെ ബോയിലിംഗ് പോയിന്റ് ഇൻഫാക്ട് കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺസിനേക്കാളോ
കറസ്പോണ്ടിങ് ഈതേഴ്സിനെക്കാട്ടിലോ, കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്സിനെക്കാട്ടിലോ, കറസ്പോണ്ടിങ് ആൽക്കഹോൾസിനെക്കാട്ടിലുമോ കൂടുതലായിരിക്കും. ഇവർക്ക് രണ്ടു പേർക്കും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, പക്ഷെ ആസിഡ് ക്യാൻ മേക്ക് മോർ ഹൈഡ്രജൻ ബോണ്ടിങ് ദാൻ ആൽക്കഹോൾസ്. സോ അതുകൊണ്ട് തന്നെ ആൽക്കഹോൾസിനേക്കാൾ ബോയിലിംഗ് പോയിന്റ് ആർക്കായിരിക്കും കൂടുതൽ? ആസിഡിനായിരിക്കും കൂടുതൽ. സോ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഹൈഡ്രോകാർബൺസ് ഈസ് ലെസ് ദാൻ ഈതേഴ്സ്, ലെസ് ദാൻ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ലെസ് ദാൻ ആൽക്കഹോൾ, ലെസ് ദാൻ ആസിഡ്. സോ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ആസിഡ് എന്ന് പറയുന്നത്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ആൻഡ് ആൽക്കഹോൾസിലും ആസിഡിനും ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. എന്നിട്ടും ആസിഡിന് എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ പറയണം, നമ്പർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് ആരിൽ കൂടുതൽ? ആസിഡിൽ കൂടുതൽ. സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് ഇവരുടെ ഒരു സൊലബിലിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആസിഡ്സ് ക്യാൻ മേക്ക് hydrogen bond with water, so they can soluble in water. They are soluble in polar solvents. Okay ആണല്ലോ? സെറ്റ്. So next, acidity of carboxylic acids. This is a very important topic. Acidity of carboxylic acid. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ ഒരൊറ്റ ഫാക്ടർ ഓർത്താൽ മതി. Whenever you have an electron withdrawing group attached to your acid, okay, for example, CH3COOH, CCl3COOH, CF3COOH. ഓക്കെ, ഈ മൂന്ന് പേരെ കമ്പയർ ചെയ്താൽ acidity of CH3COOH is less than CCl3COOH is less than CF3COOH എന്നായിരിക്കും. ദാറ്റ് ഈസ് acidity വൈസ് ഒന്നാം സ്ഥാനം ആർക്ക് കിട്ടും? CF3ക്ക്. രണ്ടാം സ്ഥാനം CCl3ക്ക്. മൂന്നാം സ്ഥാനം മാത്രമാണ് ആർക്ക് കിട്ടുന്നത്? CH3ക്ക് കിട്ടുക. Why? Because this acid group is attached to electronegative groups in these two cases, and electronegativity of fluorine is greater than chlorine. അതുകൊണ്ട് തന്നെ acidity കൂടുതലായിരിക്കും. So electronegative groups ആയിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ acidity എന്ത് ചെയ്യും മക്കളെ? acidity ഇൻക്രീസ് ചെയ്യും. ഈ ഒരു ഫാക്ടർ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. acidity increases with what? Acidity increases with electron withdrawing groups or electronegative groups. Okay ആണല്ലോ? സെറ്റ് ആണല്ലോ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ആസിഡ്സ്. ആസിഡ്സിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. വളരെ എളുപ്പമുള്ള കുട്ടി റിയാക്ഷൻസ് ആണ് ആസിഡ്സിനുള്ള. ആൽഡിഹൈഡ്സിന്റെ കീറ്റോൺസിന്റെ പോലെ ഭയങ്കരപ്പെട്ട റിയാക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ഈസ് ഫോർമേഷൻ ഓഫ് അൺഹൈഡ്രൈഡ്. ആദ്യത്തെ റിയാക്ഷൻ എന്താണ്? അൺഹൈഡ്രൈഡിന്റെ ഫോർമേഷൻ ആണ്. ഓക്കെ, സോ ആസിഡിൽ നിന്ന് അൺഹൈഡ്രൈഡ് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മിനറൽ ആസിഡ്സ് പ്ലസ് ഹീറ്റ് കൊടുക്കണം. ഒന്നുമില്ലെങ്കിൽ H2SO4 ബാർ ഹീറ്റ്, അല്ലെങ്കിലോ P2O5 ഫോസ്ഫറസ് പെന്റോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്താലും മതി. സോ ഫോസ്ഫറസ് പെന്റോക്സൈഡ് വെച്ചിട്ട് നിങ്ങൾ ആസിഡിനെ ട്രീറ്റ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ മിനറൽ ആസിഡ് വെച്ചിട്ട് നിങ്ങൾ ആസിഡിനെ ട്രീറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? അൺഹൈഡ്രൈഡ് പ്രോഡക്റ്റ് കിട്ടും. ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആവുന്നതെന്ന്. ഇപ്രകാരം ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു അൺഹൈഡ്രൈഡ് കിട്ടും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ ദ ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് എൻ ആസിഡ്, ദാറ്റ് ഈസ് ദ ഡീഹൈഡ്രേഷൻ വേണമെങ്കിൽ പറയാം. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. എന്തിന്റെ പ്രസൻസിൽ? ഒന്നുമില്ലെങ്കിൽ ഫോസ്ഫറസ് പെന്റോക്സൈഡിന്റെ പ്രസൻസിൽ, അല്ലെങ്കിൽ H2SO4ന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ ആണല്ലോ? ആൻഡ് ദ സെക്കൻഡ് റിയാക്ഷൻ ഈസ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ആസിഡ്, വെൻ യു ട്രീറ്റ് ആൻ ആസിഡ് വിത്ത് ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് മിനറൽ ആസിഡ്, യു വിൽ ഗെറ്റ് എസ്റ്റർ ആസ് ദ പ്രോഡക്റ്റ്. ആ റിയാക്ഷൻ ആണ് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. കഴിഞ്ഞ ആൽക്കഹോൾസ്, ഫീനോൾസ്, ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ റിയാക്ഷൻ കണ്ടതാണ്. ഓക്കെ, next reaction is the reaction with the PCl5, PCl3 and SOCl2. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ PCl5, PCl3, SOCl2 ഇവരെ മൂന്ന് പേരെ നമുക്ക് വേണമെങ്കിൽ ക്ലോറിനേറ്റിംഗ് ഏജൻസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ക്ലോറിനേറ്റിംഗ് ഏജൻസ്. ഇവർ ആരുമായിട്ട് റിയാക്ട് ചെയ്താലും ഇവർ എന്ത് കൊടുത്തിട്ട് പോകും? ക്ലോറിനെ കൊടുത്തിട്ട് പോകും. സോ ഇവർ ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താലും ഇവർ എന്ത് കൊടുത്തിട്ട് പോകും? ക്ലോറിനെ കൊടുത്തിട്ട് പോകും. ഇവരെവിടെ എന്ത് കൊടുക്കും? RCOOH ആണ്.
ഓക്കെ, RCOOH ആണ് നമ്മുടെ സാധനം. ഇയാൾക്ക് ക്ലോറിനെ കൊടുക്കും. ഓക്കെ, ആ ക്ലോറിൻ എന്ത് ചെയ്യും, ദാ ഈ ബോണ്ടിനെ അങ്ങ് ബ്രേക്ക് ചെയ്യിക്കും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, RCOCl കിട്ടും. So acid chloride is the product. When you treat an acid with PCl3, PCl5 or SOCl2, thionyl chloride, your product is an acid chloride. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും, ഒരു ആസിഡ് ക്ലോറൈഡ് ആയിരിക്കും. RCOCl ആയിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ്. ഓക്കെ, സോ റിയാക്ഷൻ വിത്ത് PCl5, PCl3, SOCl2 മറന്നു പോവല്ലേ. ഇത് മൂന്നുമായിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്ത് കിട്ടും, ആസിഡ് ക്ലോറൈഡ് കിട്ടും. നെക്സ്റ്റ് ഈസ് ദ റിയാക്ഷൻ വിത്ത് അമോണിയ. വെൻ യു ട്രീറ്റ് യുവർ ആസിഡ് വിത്ത് അമോണിയ, യുവർ പ്രോഡക്റ്റ് വിൽ ബി an amide. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായിരിക്കും, അമൈഡ് ആയിരിക്കും. സോ ആസിഡിനെ അമൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യണം, അമോണിയയുമായിട്ട് ട്രീറ്റ് ചെയ്യണം. ടു കൺവേർട്ട് an acid to amide, you have to treat with ammonia. Okay, so this is the reaction. ഓക്കെ ആണല്ലോ, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ റിഡക്ഷൻ റിയാക്ഷൻ ഓഫ് ആൻ ആസിഡ്. ആസിഡിന്റെ റിഡക്ഷൻ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആസിഡിനെ റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആൽഡിഹൈഡ് കിട്ടും, പിന്നെ റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൽക്കഹോൾ കിട്ടും. സോ ഡൈബോറൈൻ ഈസ് എ റിയേജന്റ്. ഡൈബോറൈൻ ഈസ് എ റിയേജന്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെലക്റ്റീവ് റിഡക്ഷൻ ഓഫ് ആസിഡ്. ആസിഡിന്റെ സെലക്റ്റീവ് റിഡക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന റിയേജന്റ് ആണ് ആര്, ഡൈബോറൈൻ. ഡൈബോറൈൻ ഈസ് എ റിയേജന്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ സെലക്റ്റീവ് റിഡക്ഷൻ ഓഫ് ആസിഡ്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കണം, സോഡിയം ബോറോഹൈഡ്രൈഡ് ഇല്ലേ, നമ്മുടെ NaBH4. NaBH4നെ നമുക്ക് ആരുടെ റിഡക്ഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ആസിഡിനെ റെഡ്യൂസ് ചെയ്യാൻ NaBH4 ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓർമ്മ വേണം, we cannot use sodium borohydride for the reduction of acid. Okay, and diborane is a reagent that can selectively reduce acids. Okay, acids ne selective ആയിട്ട് reduce ചെയ്യാൻ സാധിക്കുന്ന ആളാണ് ഡൈബോറൈൻ. സോഡിയം ബോറോഹൈഡ്രൈഡിനെ നമുക്ക് ആസിഡിന്റെ റിഡക്ഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഈസ് ഡീകാർബോക്സിലേഷൻ. ഇവിടെ ഒരു മിസ് ആവുന്നുണ്ട് അല്ലെ, ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ. സോ ഡീകാർബോക്സിലേഷൻ എന്ന് കാണുമ്പോൾ തന്നെ ഏത് റിയേജൻസ് ഓർക്കണം, NaOH ബാർ CaO ഹീറ്റ്. ഇത്രയും സാധനങ്ങൾ ഡീകാർബോക്സിലേഷൻ എന്ന് കാണുമ്പോൾ തന്നെ വേണം, ഓർമ്മയിൽ വരണം. സോ വെൻ യു ട്രീറ്റ് ആൻ ആസിഡ് with decarboxylating agents like NaOH bar CaO in presence of heat, നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡീകാർബോക്സിലേഷൻ സംഭവിക്കും. അതായത് ദാ ഈ ഫ്രാഗ്മെന്റ് അങ്ങ് പോകും, CO2 എന്ന് പറയുന്ന ഫ്രാഗ്മെന്റ് പോകും. മിച്ചം എന്ത് കിട്ടും നിങ്ങൾക്ക്, ഇത് കിട്ടും. Okay, so when you are treating an acid with a decarboxylating agent, your product will be an ആൽക്കെയിൻ. സോ ഒരു ആസിഡിനെ ആൽക്കെയിൻ ആക്കി മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഡീകാർബോക്സിലേറ്റ് ചെയ്യണം. ഡീകാർബോക്സിലേറ്റ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കേണ്ട റിയേജൻസ് NaOH ബാർ CaO. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് അനദർ നെയിം റിയാക്ഷൻ. ഹാലോജനേഷൻ ആണ്. ഒരു ആൽഫ ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ഒരു ഹാലജൻ വന്നിരിക്കുന്ന റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷനെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം HVZ റിയാക്ഷൻ എന്ന് ചുരുക്കി വിളിക്കും. ഫുൾ നെയിം പറഞ്ഞാൽ ഹെൽ വോൾഹാർട്ട് സെലൻസ്കൈ റിയാക്ഷൻ എന്നതാണ് ഇതിന്റെ ഫുൾ നെയിം. ഓക്കെ, സോ HVZ റിയാക്ഷൻ ഓർത്തിരിക്കണം. റിയേജന്റ് എന്താണ്, ഹാലജൻ ബാർ റെഡ് ഫോസ്ഫറസ് ആണ്, അല്ലെങ്കിൽ ഫോസ്ഫറസ് ആണ്. ഹാലജൻ ബാർ ഫോസ്ഫറസ് ആണ് എന്തിന്റെ റിയേജന്റ്, റെഡ് ഫോസ്ഫറസ് ആണ് എന്തിന്റെ റിയേജന്റ്, HVZന്റെ. ഇവിടെ ഫോസ്ഫറസ് എന്ന് മാത്രമേ ഉള്ളൂ, ഓർമ്മ ഇരുന്നോണം, ഇറ്റ് ഈസ് റെഡ് ഫോസ്ഫറസ്. ഓക്കെ, ഹാലജൻ ബാർ റെഡ് ഫോസ്ഫറസ് ആണ് HVZ റിയാക്ഷന്റെ റിയേജന്റ്. ഓക്കെ, ആൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യും, ഹൈഡ്രോളൈസും ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ ദ റിയാക്ഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആൽഫ പൊസിഷൻ എന്തായി കിട്ടും, ഹാലജനേറ്റ് ആയി കിട്ടും. സോ ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്സിൽ നിന്ന് ആൽഫ ഹാലോ കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് HVZ റിയാക്ഷൻ, ഹെൽ വോൾഹാർട്ട് സെലൻസ്കൈ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ദ റിയേജന്റ് ഈസ് ഹാലജൻ ബാർ റെഡ് ഫോസ്ഫറസ് ഫസ്റ്റ് സ്റ്റെപ്പില്. സെക്കൻഡ് സ്റ്റെപ്പില് വാട്ടർ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, വെരി ഗുഡ്. So the last section, last reaction of the chapter, that is ring electrophilic substitution. റിങ്ങിന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള പോയിന്റ്. ഓക്കെ, നമ്മുടെ ആസിഡ് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ അല്ലെ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല.
ഇലക്ട്രോഫിലിക് റിയാക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഫ്രിഡൽ ക്രാഫ്റ്റ് ഒക്കെ അതിനകത്ത് വീഴുമെന്നല്ലേ. പക്ഷെ ആസിഡ്സ്, ബെൻസോയിക് ആസിഡ് എന്തിൽ പങ്കെടുക്കില്ല? ഫ്രിഡൽ ക്രാഫ്റ്റിൽ പങ്കെടുക്കില്ല. എന്തുകൊണ്ടാ? വൈ? ബിക്കോസ് കാർബോക്സിലിക് ഗ്രൂപ്പ് ഈസ് ഡീആക്ടിവേറ്റിംഗ്. ഒന്ന്, കാർബോക്സിലിക് ആസിഡിന്റെ ഡീആക്ടിവേറ്റിംഗ് നേച്ചർ മൂലം. രണ്ട്, നമ്മുടെ കാറ്റലിസ്റ്റ് ഉണ്ടല്ലോ, അലൂമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, ദ ലൂയിസ് ആസിഡ്, അത് ആരുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കും? കാർബോക്സിലിക് ഗ്രൂപ്പുമായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കും. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ആസിഡ് എന്ത് റിയാക്ഷനിൽ പങ്കെടുക്കില്ല? ഫ്രിഡൽ ക്രാഫ്റ്റിൽ പങ്കെടുക്കില്ല. സോ റിമെമ്പർ ഇറ്റ്, നമ്മുടെ ആസിഡ് എന്തിൽ പങ്കെടുക്കില്ല? ഫ്രിഡൽ ക്രാഫ്റ്റിൽ പങ്കെടുക്കില്ല. ബാക്കി ഏത് റിംഗ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അത് ഏത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടും? മെറ്റാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യു ക്യാൻ സീ ഹിയർ വെൻ യു ആർ ട്രീറ്റിംഗ് വിത്ത് കോൺസെൻട്രേറ്റഡ് HNO3, കോൺസെൻട്രേറ്റഡ് H2SO4, ദാറ്റ് ഇസ് നൈട്രേറ്റിംഗ് മിക്സ്ചർ, നിങ്ങൾക്ക് എവിടെ പൊസിഷൻ കിട്ടി? NO2 എവിടെ വന്നു? മെറ്റാ പൊസിഷനിൽ വന്നു. ഓക്കെ, എവിടെ വന്നു? എവിടെ വന്നൂടെ മക്കളെ? മെറ്റാ പൊസിഷനിൽ വന്നു. ഓക്കെ, സോ മെറ്റാ പൊസിഷൻ ഈ സബ്സ്റ്റിറ്റ്യൂട്ടർ. അത് കഴിഞ്ഞ് നിങ്ങൾ when you treat acid, benzoic acid with ഹാലജനുമായിട്ട് ഹാലജനേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളല്ലേ ഹാലജൻ ആൻഡ് മെറ്റൽ എന്ത് കിട്ടി നിങ്ങൾക്ക്? മെറ്റാ പൊസിഷനിൽ ഹാലജൻ വന്നു. സോ ബെൻസീൻ റിങ്ങിന്റെ കേസിലും റിങ് ബെൻസീൻ ആ ഒരു ആസിഡ് ഗ്രൂപ്പ് ഡീആക്ടിവേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരും? മെറ്റാ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരും. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? സോ ദ ചാപ്റ്റർ എൻഡഡ്. നമ്മുടെ എന്താ പറയാ, ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററും നമ്മുടെ ഈതറിന്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് തീർക്കാനുണ്ടായിരുന്നതും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്റർ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ ഈസ് ഫുൾ ഓഫ് റിയാക്ഷൻസ്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഈ ഒരു ക്ലാസ് കേൾക്കുക. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ആ ടേബിളുകൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. യു ക്യാൻ കവർ ദ എൻറ്റയർ ടോപ്പിക് ഇൻ എ വെരി സ്മോൾ ടൈം. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്കത് കവർ ചെയ്യാനും സാധിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. താങ്ക് യു.